അച്ഛക്ക് അറിയില്ലല്ലോ ഇങ്ങനെയൊക്കെ നടക്കുന്ന. അയാൾ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്താണ്, നാട്ടുകാരും കൊടുത്തു, നാട്ടുകാർ പറ്റുള്ളവരുണ്ട്, ഞാനും പോയി കൊടുത്ത. ഇനി എന്താ എൻ്റെ അച്ഛൻ പോയി, അച്ഛമ്മയും പോയി, എന്ത് ഇനി ആൾക്കാർക്ക് പോയി, ഇനി ഞാനാണ് തോന്നുന്നു. ഇനി അയാളെ 4 കൊല്ലം ജയിലിലിരുത്തിയിട്ട് പിന്നെയും പിടി, എന്നിട്ട് ഇവിടുത്തെ ഓരോരോരുത്തർ ആൾക്കാരിനെ കൊന്നുകൊണ്ടേ ഇരിക്കും. അതല്ലേ നടക്കാൻ പോണത് ഇവിടെ. അയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഓരോന്നോരോന്നത് അവിടെ ആക്കുന്നുണ്ട്. എനിക്ക് പേടിയായിട്ട് ഞാൻ അവിടെ വന്ന് ഇരിക്കണില്ല. 19 വയസ്സുകാരി അഖില വാവിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നത്, പോലീസ് വേണ്ട പോലെ ഇടപെട്ടിരുന്നുവെങ്കിൽ അച്ഛനും അച്ഛമ്മയും ഇന്ന് തനിക്കൊപ്പം ഉണ്ടാകുമായിരുന്നു എന്നാണ്. അഖിലയുടെ അമ്മ സജിതയെ 2019 വെട്ടിക്കൊന്ന ചെന്താമരയാണ് ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെ അച്ഛനെയും അച്ഛന്റെ അമ്മയെയും വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് ഇക്കഴിഞ്ഞ ഡിസംബർ 29 അച്ഛൻ സുധാകരനൊപ്പം അഖില പോലീസിൽ പരാതിപ്പെട്ടതാണ്. എന്നാൽ വിളിച്ചു വരുത്തി ശാസിച്ചതിൽ പോലീസ് ഇടപെടൽ ഒതുങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ കൊലപാതകം സംഭവിക്കില്ലായിരുന്നു. നാട്ടിൽ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഈ വിഷയം പരിശോധിക്കുന്നു ഇന്ന് എൻകൗണ്ടർ പ്രൈം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അതിദാരുണമായ ഒരു കൊലപാതകമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. നെന്മാറയിൽ ഈ പ്രതി എത്തി കൊല നടത്തുന്നത് കടുത്ത പ്രതികാരത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നാട്ടുകാരോടൊക്കെ ഇവരെ വകവരുത്തുമെന്ന് പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചവർ പോലീസിൽ പരാതിപ്പെട്ടിട്ടും വേണ്ട രീതിയിൽ പോലീസ് ഇടപെട്ടു, പക്ഷേ വേണ്ട രീതിയിൽ ഒരു നടപടി ഉണ്ടായില്ല എന്നതാണ് കുടുംബത്തിന്റെ ആക്ഷേപം. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അഖിലയ്ക്ക് അച്ഛനെങ്കിലും ഒപ്പം ഉണ്ടാകുമായിരുന്നു. ആ പെൺകുട്ടി 19കാരി അഖില ഈ വിഷയത്തിൽ സംസാരിക്കുന്നുണ്ട്. എൻകൗണ്ടർ പ്രൈമിൽ ഞാൻ അഖിലയുമായി നേരത്തെ സംസാരിച്ചു. അത് ഒരു റെക്കോർഡഡായി നമുക്ക് കാണിക്കാൻ കഴിയും. അഖില അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ ഈ ചർച്ചയിൽ നമ്മളുടെ ഭാഗമായിരിക്കും. കോൺഗ്രസിലെ ഡോക്ടർ ജിൻഡോ ജോൺ, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ്, ബംഗളൂരു ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറും ക്രിമിനോളജിസ്റ്റുമായ ഡോക്ടർ PN സന്ദീപ് എന്നിവരാണ് ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മളോടൊപ്പം അതിഥികളായി ഉള്ളത്. ഞാൻ ആദ്യം അഖിലയോട് ചോദിച്ച ചില ചോദ്യങ്ങളിലേക്കാണ്. അഖില, എന്താണ് ഇന്ന് സംഭവിച്ചത്? അഖില, ഇന്ന് ക്ഷേമനിധി കെട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് അച്ഛൻ ഇങ്ങോട്ട് വന്നതാണ് ഇന്നലെ രാത്രി. എനിക്ക് വരാൻ പേടിയായതുകൊണ്ട് ഞാൻ നെന്മാറയ്ക്ക് വരാൻ മാത്രം പറഞ്ഞുള്ളൂ. അച്ഛനും നെന്മാറയ്ക്ക് വന്നിട്ട് ക്ഷേമനിധി കെട്ടിയിട്ട് വണ്ടിക്ക് അച്ഛൻ അങ്ങനെ പോവാ പറഞ്ഞിട്ട് വന്നതായിരുന്നു. അച്ഛൻ വരുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഞാൻ അച്ഛൻ്റെ പിന്നാലെ തന്നെ എപ്പോഴും ഓടി 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 വരായിരുന്നു. ഇപ്പം അയാൾ വന്നു പറഞ്ഞിട്ട് അത്രയും പേടിയായതുകൊണ്ട് മാത്രമാണ് ഞാൻ അയാൾ വന്നു. പിന്നെ ഞാൻ വന്നിട്ടില്ല. ഇങ്ങോട്ട് ക്ഷേമനിധി കെട്ടണമെന്ന് കാരണം കൊണ്ട് മാത്രമാണ് അച്ഛനും വന്നത്. ഇല്ലെങ്കിൽ അച്ഛനും വരില്ലായിരുന്നു. അഖില, എപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്? മോൾ എപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്? ഞാൻ സ്റ്റാൻഡിൽ അച്ഛനെ കാത്ത് നിൽക്കണം. അച്ഛനെ വിളിച്ചിട്ട് എടുക്കണമില്ല. അപ്പം അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിയാണ് വാ വീട്ടിലേക്കൊന്ന് പോകണം പറഞ്ഞിട്ട് നെന്മാറിയത് ആ ചേച്ചി എന്നെ കൊണ്ടുകിടാക്കിയത്. ഈ നേരത്തെ തന്നെ ഈ പറഞ്ഞതാണല്ലോ, ഇപ്പോൾ അമ്മയെ ഇതേപോലെ 2019 അമ്മയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഇതിപ്പോൾ അച്ഛനും അച്ഛൻ്റെ അച്ഛമ്മയ്ക്കും നേരെയാണ് ആക്രമണം ഉണ്ടായത്. അപ്പോൾ ഈ ഇവിടെ വന്നപ്പോഴാണോ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്? നേരത്തെ ഇവിടെ വരാൻ ഭയന്നിട്ട് വേറെ സ്ഥലത്ത് ബന്ധുവിന്റെ വീട്ടിൽ താമസിക്കുകയായിരുന്നല്ലോ. ഇവിടെ വന്ന ശേഷമാണോ ഈ കാര്യങ്ങൾ അറിയുന്നത്? ഇവിടെ വന്നപ്പോഴും സ്റ്റേഷനിൽ പോയപ്പോൾ അവരെല്ലാവരും പറഞ്ഞു എന്തോ അവിടെ വഴക്കുണ്ട്, നീ ഒന്ന് പോയി നോക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൂ എല്ലാ പോലീസുകാരും. മോളി, ഡിസംബർ 29 ഈ കാര്യങ്ങളൊക്കെ കാണിച്ച് പോലീസിൽ പരാതിപ്പെട്ടിരുന്നു അല്ലേ? കാരണം ഇയാൾ ഈ ചെന്താമരൻ ഇറങ്ങിയിട്ട് ഏതാണ്ട് 2 മാസത്തോളമായി. അങ്ങനെ ഈ ഭീഷണി ഉണ്ടെന്നും പ്രശ്നങ്ങളാണെന്നും ഒക്കെ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു അല്ലേ? പോലീസ് എന്താണ് ആ സമയത്ത് പറഞ്ഞത്? എന്തെങ്കിലും ഒരു നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പരാതിപ്പെട്ടതിന് ശേഷം ഉണ്ടായോ? ആ ദിവസം അയാളെ കൊണ്ടുപോയി, അതേപോലെ തന്നെ അയാളും തിരിച്ചും കൊണ്ടുവന്നു. അയാൾ ഒന്നും ചെയ്യില്ല, ഞാനൊന്നും ചെയ്താറുള്ള അത് അവിടെ വെറുതെ നുണ പറഞ്ഞു തോന്നുന്നു. അതും വിശ്വസിച്ചിട്ട് ഇപ്പൊ അച്ഛൻ ഞങ്ങള് കംപ്ലൈന്റ് കൊടുത്താണ്. ഞാനും അച്ഛനും കൂടി പോയിട്ട് കൊടുത്തതാണ്. ഇവിടുത്തെ നാട്ടുകാർ 2-3 പ്രാവശ്യം പോയി കൊടുത്തതാണ്. അപ്പൊ കൂടി അവർക്ക് ആ ഗൗരവം അറിഞ്ഞിട്ടില്ല. 2 വർഷം കൂടുമ്പോ പോലീസുമാർ അവർക്കല്ലല്ലോ പോണത്, നമുക്കല്ലേ പോയത്.
അഖില, മോളെ ഈ പരാതിപ്പെട്ടത് ഡിസംബർ 29-നാണെന്ന് തോന്നുന്നു അല്ലേ? ഡിസംബർ 29-ന് തന്നെയല്ലേ പരാതിപ്പെട്ടത്? എന്നാണത്? അതുപോലെ എന്തെങ്കിലും ഒരു നടപടി ഇതിനെ തുടർന്ന് ഉണ്ടായിട്ടുണ്ടോ? 29-ാം തീയതി ഡിസംബറിൽ ഞങ്ങൾ കൊടുത്തതാണ്. എന്തെങ്കിലും നടപടി ഉണ്ടായോ? അയാളെ കൊണ്ടുപോയി അതേപോലെ തിരിച്ചും കൊണ്ട് വന്നു. അല്ലാണ്ട് ഈ ചെന്താമരൻ 2019-ലാണ് അമ്മയ്ക്ക് നേരെ ഒരു ക്രൂരത കാണിക്കുന്നത്. പിന്നെ ഈ തിരിച്ചു വന്ന്, അതായത് ഇപ്പോൾ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. അപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ അതിന് മാത്രം ഒരു പക ചെന്താമരൻ ഉണ്ടെന്നാണോ? ഈ പകയാണോ ഇതിന് കാരണം? അയാളുടെ ഭാര്യ, അയാളുടെ ഭാര്യനെയും ചെയ്തപ്പോൾ ആ ഭാര്യ പോയി. അത് ഞങ്ങളുടെ കാരണമാണ്. നാട്ടുകാരെയും പറയണോ, എൻ്റെ അമ്മനെയും പറയണോ, ഇപ്പം അച്ഛൻ എന്താ ഒന്നും കൂടെ അറിയില്ല. അഖില, ഈ നാട്ടുകാരോടൊക്കെ തന്നെ ഇയാൾ ഇങ്ങനെ നിങ്ങളെ വീട്ടിൽ കയറി ആക്രമിക്കും, അങ്ങനെ ചെയ്യും എന്നൊക്കെ പലരോടും പറഞ്ഞതായിട്ടൊക്കെ നാട്ടുകാരിൽ പലരും പറയുന്നുണ്ട്. ഈ നാട്ടിൽ പൊതുവെ എങ്ങനെയാണ് ഈ ചെന്താമരൻ്റെ പെരുമാറ്റം? ഏതാണ്ട് 2 മാസം മുൻപാണ് ഇയാൾ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് അല്ലെ? ഇപ്പോൾ ഈ അടുത്താണ് ഈ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് കിട്ടിയ ശേഷമാണ് ഈ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത്. അവിടുത്തെ നാട്ടുകാരുമായിട്ടുള്ള പെരുമാറ്റം എങ്ങനെയാണ്? അയാൾ ഞങ്ങളുടെ അടുത്തൊന്നും സംസാരിക്കില്ല. ഇവിടുത്തെ ഈ നാട്ടിലത്തെ 2-3 പേരുടെ അടുത്ത് മാത്രമേ സംസാരിക്കുള്ളൂ. അല്ലെ, ഈ ചെന്താമരന്റെ ഭാഗത്തുനിന്ന് ഇതിനു മുൻപ് ഭീഷണി ഉണ്ടായിരുന്നോ? 2-3 പേരുടെ അടുത്ത് സംസാരിക്കണ, അവരുടെ അടുത്തും പറയണ്ട, ഭീഷണിപ്പെടുത്തണ്ട, ഇനിയും കൊല്ലുമെന്ന്. എന്നിട്ടൊന്നും നടപടിയും വന്നില്ല. ഇപ്പൊ എൻ്റെ ചെയ്യാൻ അച്ഛനാണ്. ശരി, ഇതിത്രയും അഖില എന്നോട് നേരത്തെ സംസാരിച്ചതാണ്. ഇനി നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ്, അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇടത് നിരീക്ഷകൻ ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഒപ്പം തന്നെ ക്രിമിനോളജിസ്റ്റായ ഡോക്ടർ PN സന്ദീപും നമ്മളോടൊപ്പമുണ്ട്. ജോർജ് ജോസഫ് സർ, ഇത് 2019-ൽ ഈ പെൺകുട്ടി അഖിലയുടെ അമ്മയെ ഇതുപോലെ കൊലപ്പെടുത്തിയതാണ്. അതിന് ഈ പ്രതി പറഞ്ഞൊരു കാരണം അയാളുടെ കുടുംബം ശിഥിലമാകാനുള്ള കാരണം, ഇവർ രണ്ടുപേരും അയൽവാസികളാണ്, അയാളുടെ കുടുംബം ശിഥിലമാകാനുള്ള കാരണം ഈ സ്ത്രീയാണ് എന്ന് പറഞ്ഞിട്ടാണ് സജിതയെ കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം ഇയാളുടെ ജാമ്യത്തിലുള്ള വരവ് തടയാൻ പോലീസ് ശ്രമിച്ചിരുന്നു. ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് കിട്ടിയപ്പോൾ അത് തടയാൻ അതിലും പോലീസിൻ്റെ ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇയാൾ പുറത്തിറങ്ങുന്നത്. പുറത്തിറങ്ങിയ ശേഷം ഈ കുട്ടിയും അച്ഛൻ, ഇന്നിപ്പോൾ കൊല്ലപ്പെട്ട സുധാകരനും, ഇവർ രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തു. പോലീസുകാരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർ ഇയാളെ വിളിച്ച് ഇയാളെ ശാസിച്ച് വിട്ടു. പോലീസ് ആ തരത്തിൽ അവരുടെ നടപടി ഒതുക്കി. ഇതിൽ ആരുടെ ഭാഗത്താണ് ജോർജ് ജോസഫ് സാർ വീഴ്ച ഉണ്ടായിട്ടുള്ളത്? പോലീസ് കൃത്യമായ ഒരു ആക്ഷൻ എടുത്തിരുന്നുവെങ്കിൽ, ഇപ്പോൾ ഇയാളൊരു കൊടും ക്രിമിനലാണെന്ന് പോലീസിനറിയാം, ഇയാൾ പക ഉള്ളിൽ വെച്ച് നടക്കുന്ന ആളാണെന്ന് പോലീസിനറിയാം, ഇയാളെ പുറത്തു വിടുന്നത് ഒട്ടും നന്നാകില്ല എന്ന് പോലീസിനറിയാം. കാരണം ഈ ബെയിലൊക്കെ ഒബ്ജക്റ്റ് ചെയ്തിട്ടുള്ളതാണ്, ബെയിലിൽ വരുന്ന ഇളവും ഒബ്ജക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ടും ഇത്ര ഗൗരവമുള്ളൊരു പരാതി നൽകിയിട്ടും പോലീസ് അത് വേണ്ട വിധത്തിൽ അതിനെ മാനിച്ചില്ല എന്നതാണോ യഥാർത്ഥത്തിൽ ഈ കൊലപാതകത്തിലേക്ക് ചെന്നെത്തിച്ചത്? പോലീസ് ഈ കേസിനകത്ത് അവിടുത്തെ DYSP SP കംപ്ലീറ്റ് ആയിട്ട് പരാജയം അടഞ്ഞു. ആ കൊച്ചിൻ്റെ കരച്ചിൽ കേട്ടിട്ട് നമുക്കൊന്നും സംസാരിക്കാൻ കൂടി പറ്റുന്നില്ല. സ്വന്തം അമ്മയെ 2019 നഷ്ടപ്പെട്ടു. ഇപ്പം ആ കൊന്നവനെ, ആ ചെന്താമരൻ എന്ന് പറഞ്ഞവനെ, അവനിപ്പം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് 2022 ഇറങ്ങി, 2019 അവനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. അതിനുശേഷം 2020 ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ആ നാട്ടിൽ പ്രവേശിക്കരുതെന്ന് കോടതിയുടെ ഓർഡറുണ്ട്. പക്ഷേ 2 മാസം മുമ്പ് അവൻ ആ കണ്ടീഷൻ ലിഫ്റ്റ് ചെയ്ത് ഇവിടെ വന്നിട്ട് അവൻ കൊടുവാൾ ഉപയോഗിച്ചിട്ട് നടക്കുകയാണ്. അവന് അവിടുത്തെ ലോക്കൽ പോലീസിനറിയാം, പോലീസുകാർക്കറിയാം, നാട്ടുകാർക്കറിയാം, MLAക്കറിയാം. ഇവൻ കൊടുവാൾ കൊണ്ട് നടന്നിട്ട് ഇവരെ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ കൊച്ചിൻ്റെ സങ്കടം നമ്മൾ കണ്ടില്ലേ? നമുക്ക് എന്ത് മറുപടി പറയാൻ നോക്കുക ആ കൊച്ചിനെ? എന്നിട്ട് അവനെതിരായിട്ട് 29-ാം തീയതി ഈ കൊല്ലപ്പെട്ട സുധാകരനും ഈ മോളൂടെ അവിടെ പോയി പരാതിപ്പെട്ടു. 2 പോലീസുകാർ വന്നതാണ് കാര്യം. അവനെ അകത്താക്കണ്ടേ? അവനെ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്യണ്ടേ? അടുത്ത കേസെടുക്കണ്ടേ? കാരണം അവൻ ജാമ്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് കോടതിയിൽ അവനെ നമുക്ക് ജാമ്യം ക്യാൻസൽ ചെയ്യാനായിട്ട് ചിലപ്പം സാധിച്ചെന്ന് വരത്തില്ല. ആയിക്കോട്ടെ, അവനെ അടുത്ത കേസെടുക്കണ്ടേ? അവൻ ഡേഞ്ചറസ് ക്രിമിനലല്ലേ അവനെ? അതെന്താ പോലീസ് മനസ്സിലാക്കാത്തത്? അവിടുത്തെ SP എന്താ മനസ്സിലാക്കാത്തത്? അവിടുത്തെ DYSP എന്താ മനസ്സിലാക്കാത്തത്? ആ നാട്ടിൽ കൊടുവാളുമായിട്ട് നടന്നിട്ട് ഭയപ്പെട്ടിട്ട് ആ കൊച്ച്
കുറേ ദിവസങ്ങളായിട്ട് ഇവൻ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ആ കൊച്ചു ആ വീട്ടിലല്ല, ബന്ധുവിൻ്റെ വീട്ടിൽ താമസിക്കുകയാണ്. ആ കൊച്ചിനെ കൊല്ലും, ആ അപ്പനെ കൊല്ലും, ഇതൊക്കെ അവർക്കറിയാം. എന്ത് നടപടിയാണ് പോലീസ്? ഇതിനകത്ത് പോലീസിന് ഒന്നും നമുക്ക് അവരുടെ അടുത്ത് പറയാം. അവരൊരു ചുക്കും ചെയ്തിട്ടില്ല എന്നുള്ള പറഞ്ഞേ പറ്റുള്ളൂ. ആ കൊലയ്ക്ക് കൊടുത്ത യുവന്മാരാണെന്നേ ഞാൻ പറയുള്ളൂ. അത്ര വേദനയോടെ പറയുന്നത്. ഇങ്ങനെയുള്ള വട്ടന്മാർ കുറേ അധികം കേരളത്തിലുണ്ട്. ഇവരെയൊക്കെ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ ചുമതലയുണ്ട്. ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ളവരല്ലേ ഇവർ. അല്ലാതെ ഒരു കേസ് എടുത്തിട്ട് അതിന് കുറ്റച്ചാർജ് എടുത്ത് അവനെ ശിക്ഷിപ്പിക്കാനാണ് ഇവർ നടക്കുന്നത്. പോലീസിൻ്റെ പ്രാഥമിക കടമ എന്താണ്? അത് ഇവിടെ പരാജയം അടഞ്ഞല്ലേ. അത് പറയുമ്പോൾ അവർക്ക് വേദന തോന്നുന്നുണ്ടോ? അവർ ഈ കുട്ടിയും അച്ഛനും കൊടുത്ത പരാതി മാത്രമല്ല, നാട്ടുകാരോട് മുഴുവൻ ഇയാൾ വെല്ലുവിളിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഈ കൊടുവാളം കൊണ്ട് നടക്കുമ്പോൾ ഇയാൾ പറയാണ് അവരെ ഞാൻ വകവരുത്തും എന്ന് നാട്ടുകാരിൽ പലരോടും പല ദിവസങ്ങളായി പറയുന്നുണ്ട്. ഇപ്പം ഇയാൾ ഒരു കൊടും കുറ്റവാളിയാണെന്നും ഇയാൾ വളരെ അപകടകാരിയാണെന്നും ഇയാൾ ആ നാട്ടിൽ വന്ന ശേഷം അവിടുത്തെ ജനങ്ങൾ തന്നെ വളരെ ഭയത്തിലാണ് കഴിയുന്നത് എന്നുമൊക്കെയുള്ള യാഥാർത്ഥ്യം അവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ ആ പ്രദേശത്തെ പോലീസിന് കഴിയണ്ടേ അല്ലേ? അത് കഴിവുകെട്ട പോലീസുകാരാന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതല്ലേ കാണേണ്ടത്. അവൻ കൊടുവാളായിട്ട് നടക്കുന്ന ഇവർ കണ്ടില്ലേ? അവനെ ആ കൊടുവാള വെച്ച് അറസ്റ്റ് ചെയ്ത് അങ്ങ് റിമാൻഡ് ചെയ്യാത്തതെന്ത്? അതിന് ഇവർ തയ്യാറാഞ്ഞത്? അവനെതിരായിട്ടൊരു കാപ്പയും ചെയ്യാത്തതെന്ത്? എന്തെല്ലാം വകുപ്പ് കിടക്കുന്നത്? അപ്പോൾ അത് പോലീസിൻ്റെ ഭാഗത്തൊരു പരാജയം തന്നെയാണ്, അത് യാതൊരു സംശയമില്ല. അതിന് ആ SP സൂപ്പർവൈസറി ഓഫീസർ അവരെ എന്താ പണി? അവർക്ക് അവിടുത്തെ USPക്ക് SP എന്താ പണി? അവിടുത്തെ SHO എന്ത് ചെയ്തു? അയാൾ ആ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പം പോലീസിൻ്റെ ആ സർക്കിളിൻ്റെ മുറി കയറാൻ അവൻ മടിച്ചു. അവൻ കയറത്തില്ല എന്ന് പറഞ്ഞു. ആ SI ആ CI ഇവൻ നിൽക്കുന്ന വണ്ടിയുടെ അടുത്ത് അങ്ങോട്ട് പോയി കാല് പിടിക്കുകയാണ്. ഇതാണ് ആവശ്യം. അവനെ അന്നേരം തന്നെ അറസ്റ്റ് ചെയ്യണ്ടേ? അവനെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തവനെ അകത്താക്കണ്ടേ? അതെന്താ ഈ പോലീസുകാർക്ക് ആ ബുദ്ധി വരാഞ്ഞെന്ത്? നമുക്ക് എങ്ങനെയാണ് ഇത് തിരിച്ചു കൊടുക്കുന്നത്? ആ കൊച്ചിൻ്റെ അമ്മ പോയി നേരത്തെ, ഇപ്പം അപ്പം പോയി, അപ്പനെയും ആ കൊച്ചും കൂടെയാണ് പോയി പരാതിപ്പെട്ട് സങ്കടപ്പെട്ട് പറയുന്നത്. ജോർജ് ജോസഫ് സാർ, എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ താങ്കൾ സർവീസിലുണ്ടായിരുന്ന ആളാണല്ലോ, എന്തുകൊണ്ടായിരിക്കും പോലീസ് ഒരു പെൺകുട്ടിയും ആ കുട്ടിയുടെ അച്ഛനും ഇത്ര ഗുരുതരമായ, അതായത് മുൻപൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന, അതും ഒരു കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങുന്ന ഒരാൾ, പോലീസിനറിയാം ഈ ജാമ്യത്തിനെതിരെ നിന്നതാണ് പോലീസിന്റെ റിപ്പോർട്ട്, ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നൽകരുത് എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസ്. അപ്പോൾ പോലീസിന് കൃത്യമായി അറിയാം ഇയാൾ ഒരു കൊടും കുറ്റവാളിയാണ്, ഒരു ക്രിമിനലാണ്, ഇയാൾ എന്തും ചെയ്യുമെന്നറിയാം. എന്നിട്ടും ഇങ്ങനെ വിളിച്ചു വരുത്തി ശാസിച്ചാൽ മതി എന്ന് പോലീസ് തീരുമാനിച്ചത് എന്തുകൊണ്ടായിരിക്കും താങ്കളുടെ ഒരു സർവീസ് അനുഭവത്തിൽ? അതൊരു വീഴ്ച തന്നെയാണ്. അവർക്ക് പോലീസിൽ അവരുടെ ജോലി അൺഫിറ്റ് തന്നെ പറയേണ്ടി വരും. കാരണം ഇതിനൊക്കെ നമ്മളൊക്കെ പലരെ മർദ്ദിച്ചെന്ന് പറഞ്ഞ് 10-64 കേസ് എൻ്റെ പേരിലുണ്ട്. ഇതുപോലെയുള്ളവർക്ക് അടി കൊടുക്കണ്ടെങ്കിൽ ഞാൻ അത് തന്നെ ഇപ്പം പറയും. അത് ചെയ്യാൻ പാടില്ല, പക്ഷെ ചെയ്യും. ചില കേസിനകത്ത് ചെയ്തല്ലേ പറ്റുള്ളൂ. അവനെ കീഴ്പ്പെടുത്തുന്നത് എങ്ങനെയാണ്? അവന് ഭയം വരണം പോലീസിന്. അവനെ പോലീസിനെയും ഭയമില്ല, നാട്ടുകാരെയും ഭയമില്ല, ഒന്നുമില്ല. അവിടുത്തെ കുറേ അമ്മമാർ പറഞ്ഞ വാക്ക് കേട്ടോണോ നിങ്ങൾ? കേട്ടല്ലോ, അത് ഞാനത് കേട്ടു. അവനെ പോലീസിന് ഒരു ചുക്കം ചെയ്യാൻ പറ്റൂല എന്ന് ഞങ്ങൾക്കറിയാം. അവനെ ഇങ്ങോട്ട് വിട്, ഞങ്ങൾ 3-4 സ്ത്രീകൾ മരിച്ചാലും അവനെ ഈ നാടിന് സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ കൊന്നോളാമെന്ന് ഒരു അമ്മച്ചി വിളിച്ച് പറയുന്നത് കേട്ടു. കണ്ടില്ലേ? ആ ഒരു വാശിയും വൈരാഗ്യമെങ്കിലും പോലീസിന് വരണ്ടേ? ഇത് പോലീസിന്റെ ഭാഗത്ത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റൂല. കഴിവുകെട്ട ജോർജ് ജോസഫ് സാർ, ഇപ്പൊ തന്നെ താങ്കൾ പറഞ്ഞല്ലോ, നമുക്ക് ആ കുഞ്ഞിന്റെ കരച്ചില് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല, പലപ്പോഴും നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇന്നിപ്പോൾ ആളുകളിൽ പലരും അത് വളരെ വിമർശനത്തോടുകൂടി ഇപ്പോൾ ഈ യൂട്യൂബിലൊക്കെ കമന്റ് ചെയ്യാണ്, എന്തിനാണ് ആ കുട്ടിയെ നിങ്ങൾ കാണിച്ചത്, എന്തിനാണ് ആ കുട്ടിയോട് ചോദ്യങ്ങൾ ചോദിച്ചെങ്ങനെ ആ കുട്ടിയെ ബുദ്ധിമുട്ടിച്ചത്? യഥാർത്ഥത്തിൽ ജോർജ് ജോസഫ് സാർ, ഒന്നാമത്തെ കാര്യം, ആ കുട്ടിയെ നമ്മൾ ഇപ്പോൾ ലൈവായിട്ട് വിളിച്ചതല്ല. ആ കുട്ടി കരഞ്ഞ് പറയുന്ന കാര്യങ്ങളിൽ നിന്നാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയത്. ആ കുഞ്ഞ് പറഞ്ഞപ്പോഴാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാകുന്നത്. കാരണം 29-ാം തീയതി പരാതിപ്പെട്ടിരുന്നുവെന്നും ആ കുട്ടിയും അച്ഛനും കൂടിയാണ് പോയിട്ടുള്ളതെന്നും ഇങ്ങനെ ഞങ്ങൾക്ക് വലിയ ഭീഷണി ഉണ്ടായിരുന്നുവെന്നും ഞാൻ ആ സ്ഥലത്ത് വരാതിരുന്നത് ബന്ധുക്കളെ വീട്ടിൽ നിന്ന് പേടിച്ചിട്ടാണ്, ഇതൊക്കെ ആ കുട്ടി പറഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ കുട്ടിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു എന്ന് പറഞ്ഞാൽ അത് പ്രേക്ഷകരിലേക്ക് കൂടി വേണ്ടിയാണ്. അത് നേരത്തെ നമ്മൾ സംസാരിച്ചതാണ് ആ കുട്ടിയോട്. ആ കുട്ടിയിൽ നിന്നാണ് കാര്യങ്ങളൊക്കെ കൂടുതൽ പുറത്തു വരുന്നത്. അല്ലാതെ ഈ സമയത്ത് ഇപ്പോൾ അച്ഛനും അച്ഛമ്മയൊക്കെ നഷ്ടപ്പെട്ട ഈ സമയത്ത് ആ കുട്ടിയെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. ജോർജ് ജോസഫ് സാറിന് അത് ആ ഒരു ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അതെ, ഇല്ല, ഞാനത് കണ്ടു. ആ കുട്ടിയിരുന്ന് കരയുന്നു, കുട്ടിയുടെ അമ്മയുടെ സഹോദരിയുടെ അവിടെ കെട്ടിപ്പിടിച്ചിരുന്ന ആ കൊച്ചിൻ്റെ വിമ്മിഷ്ടമൊക്കെ ഞാൻ കണ്ടു. നമുക്ക് എന്ത് പറയാനൊക്കെ ഇതിനകത്ത്? പോലീസിൻ്റെ ഭാഗത്തെ വീഴ്ചയില്ലേ? സമൂഹത്തിൻ്റെ വീഴ്ചയില്ലേ? അവിടുത്തെ നാട്ടുകാരുടെ വീഴ്ചയില്ലേ? ഞാൻ അങ്ങനെയാ പറയും. ഇങ്ങനെയുള്ളവനെയൊക്കെ കൈകാര്യം ചെയ്യണ്ടേ? അതിനകത്ത് രാഷ്ട്രീയം നോക്കാൻ നോക്കുമോ? അതിനകത്ത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. സമൂഹത്തിലെ എല്ലാ ജനങ്ങളും അങ്ങനെയാണ്. ആ സ്ത്രീകളുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. അവർ പറഞ്ഞല്ലോ, അവനെ വിട്, ഞങ്ങൾ വെട്ടിക്കൊള്ളും അവനെ.
കാരണം അവനെ ഞങ്ങൾ 3-4 പേരും മരിച്ചാലും വേണ്ടില്ല, അമ്മ പറയുന്നത് ഞാൻ കേട്ടു. ഇതൊക്കെ നമുക്ക് വേദനയോടിലേക്ക് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് തന്നെയല്ല ഞാൻ ഭയപ്പെടുന്നത്, അവനിപ്പോൾ അവിടെ അവൻ്റെ വീട്ടിനകത്ത് കൊടുവാൾ ഇപ്പം പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. അതുപോലെ തന്നെ ഒരു കുപ്പി വിഷം അവിടെ ഇരുന്ന്, അതിനകത്ത് വിഷമില്ല. അവൻ അവിടെ ഇരുന്ന് അങ്ങ് വിഷം കഴിച്ച് അവനങ്ങ് തീരാൻ മേലായിരുന്നോ? അവൻ എന്തിനാണ് കാട്ടിലോട്ട് ഓടിയത്? ജോർജ് ജോസഫ് സാർ, ഈ സജിതയെ 2019 കൊലപ്പെടുത്തിയ ശേഷവും നേരെ നെല്ലിയാമ്പതിയിൽ ആ കാട്ടിലേക്ക് ഓടി മറിഞ്ഞ് അവിടെ ഒളിച്ചിരുന്ന് രക്ഷപ്പെടാനായിരുന്നു അയാൾ ശ്രമിച്ചത്. ഇന്നും ഏതാണ്ട് സമാനമായ രീതിയിൽ ഇവര് ആദ്യം അച്ഛൻ ഇറങ്ങുന്നു, 2 വീലർ എടുക്കുന്നു, ഉടനെ തന്നെ ഇയാൾ കൊടുവാളുമായി ചാടി ഇറങ്ങി ഒറ്റ വെട്ടിന് അയാളെ കൊലപ്പെടുത്തുന്നു. തൊട്ടു പിന്നാലെ അച്ഛൻ്റെ അമ്മ ഇറങ്ങുന്നു, 75 വയസ്സുള്ള ലക്ഷ്മി, അവരെയും കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്നിട്ട് ഇയാൾ രക്ഷപ്പെടുകയാണ്. നാട്ടുകാരെത്തുമ്പോൾ പകുതി ജീവനിൽ കിടക്കുന്ന ലക്ഷ്മി അമ്മയാണ് കാണുന്നത്. പിന്നെ അവർ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴേക്കും മരണം സംഭവിക്കുന്നു. ഇയാളുടെ വീട്ടിൽ കൊടുവാള് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന തൊണ്ടി മുതൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒഴിഞ്ഞ വിഷക്കുപ്പിയാണ്. അപ്പോൾ അതും ഇയാളൊരു വളരെ ക്രിമിനൽ ആയതുകൊണ്ട് തന്നെ ഈ വിഷക്കുപ്പിയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇട്ടതായിരിക്കും അല്ലേ? ഇവനൊരു സൈക്കോ ആണെന്ന് എനിക്ക് തോന്നുന്നത് അതാണ്. ഇനിയും കൊല്ലും, ആ കുടുംബം നശിപ്പിക്കാനാണ് അവന്. അതുകൊണ്ടാണ് ആ ഭാര്യ ആദ്യം കൊന്നു, സുജാതയെ, ഹസ്ബൻഡിനെയും വല്യമ്മയും കൊന്നു. ഇനി ആ വീട്ടിൽ ആരുണ്ട്? ഈ കുഞ്ഞു കൊച്ചു മാത്രമല്ലേ ഉള്ളൂ. അതിനെ കൊല്ലൂ എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന ആളല്ല അവനൊരു സൈക്കോ ആണ്. അവൻ്റെ വാശിയും വരും. അവൻ എന്തിനാണ് കാട്ടിപ്പോയി ഒളിച്ചത്? അവനിവിടുന്ന് വിഷം എടുത്ത് കഴിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. വിഷം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കഴിച്ചിട്ട് പോകില്ല. വിഷം കഴിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളവൻ ഇവരെ കൊന്നിട്ട് വിഷം കഴിക്കാനാണ് ആ വീട്ടിൽ ഇരുന്ന് കഴിക്കും. അവനെന്തിനാണ് കാട് കയറിയത്? കഴിഞ്ഞ പ്രാവശ്യവും കൊന്നിട്ട് അവൻ കാട് കയറിയല്ലോ. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു ക്രിമിനൽ അവനൊരു സൈക്കിക് കേസായി മാറി ഇപ്പം. അതുകൊണ്ട് പോലീസ് ദയവ് ചെയ്ത് ആ കൊച്ചിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തണം. ആ കൊച്ചിൻ്റെ വിലാപം നമ്മൾ കേട്ടു. നമുക്ക് വീട്ടിലിരുന്ന് അത് കേൾക്കാൻ കൂടി പറ്റുന്നില്ല. ആ കൊച്ച് അവരെ ബന്ധുക്കളെ അടുത്തിരുന്ന് കരയുന്നത് ഞാൻ റെക്കോർഡ് ചെയ്ത് നേരത്തെ ഞാൻ കേട്ടതാണ്. അത് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നില്ല, അത് സ്വാഭാവികമായിട്ട് അവിടെ കിടന്ന് ചാനലുകാർ ചെന്നപ്പം കിടന്ന് കരഞ്ഞ് വിലപിക്കുന്നത് കണ്ടിട്ട് നമുക്ക് കണ്ണ് നിറഞ്ഞു. അതുകൊണ്ട് ഇതുപോലെയുള്ള രംഗങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലായത്. അത് പത്രക്കാരെ നമ്മൾ കുറ്റപ്പെടുത്താൻ നോക്കൂല. ഇത് വെളിയിലോട്ട് വരണം, ഇത് ഒളിച്ചു വെക്കരുത് എന്ന് ഞാൻ പറയണേ. ഇത് ആ കൊച്ചിൻ്റെ രോദനം കേട്ടല്ലോ. ഇപ്പം നമ്മളെപ്പോലെയുള്ള ആൾക്കാർ, വളരെയധികം ആൾക്കാർ ആ കൊച്ചിൻ്റെ ഒപ്പം നിൽക്കുന്നത് എന്താണ്? ആ കൊച്ച് സത്യം വിളിച്ചു പറഞ്ഞു. കൊച്ചുൾപ്പെടെയുള്ളവരാണ് പോലീസ് സ്റ്റേഷനിൽ പോയത്. ഇവരെന്തിനാണ് തൊപ്പിയും വെച്ച് നടക്കുക? ഞാനത് പറയുമ്പോൾ എനിക്ക് വളരെ വേദനയോടെ പറയുന്നത്. ഇങ്ങനെയുള്ള ക്രിമിനലിനെ ചിലപ്പോൾ അടിച്ചിരുത്തേണ്ടി വരും നമ്മൾ. അപ്പോൾ അത് തന്നെയല്ല, അവനെ അവിടെ വെച്ചുകൊണ്ടായിരുന്നു അവനെ കൊല്ലാനായിട്ട് ഇവർക്കൊക്കെ പേടിയാണ്. നമ്മൾ കൊല്ലണമല്ലോ. അവൻ ഒരു മനുഷ്യക്കുരുതി നടത്തുന്നവനല്ല, അവനെ കൊല്ലണ്ട, അല്ലെങ്കിൽ അവൻ്റെ കാലെങ്കിലും വെടിവെച്ചിടണ്ടേ. ഇതൊക്കെ പറയുമ്പം നമുക്ക് വേദനയാണ് തോന്നുന്നത്. ആ കൊച്ചിൻ്റെ ആ വിലാപം എനിക്കത് അന്നേരം മുതൽ ഇപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ ആർമിയെ രോഷത്തോടെയാണ് പറയുന്നത്, പോലീസിനെതിരായിട്ടല്ല പറയുന്നത്. ഇങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമുക്ക് അൺഫിറ്റാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അത് ഗവൺമെൻറ് ഹോം സെക്രട്ടറി DGP മനസ്സിലാക്കണം. ആ SP, ആ DYSP ഒരു സൂപ്പർവൈസറി ഓഫീസർ. ഇതുപോലൊരു സംഭവം കൊടുവാളുമായിട്ട് നടന്ന അവിടുത്തെ SI പോലീസുകാരെ അല്ല ചെയ്യേണ്ടത്. യവന്മാരെന്തിനാണ് അവർ അവിടെ ഡയറക്റ്റായിട്ട് വരണ്ടേ? വന്നിട്ട് ടേക്ക് ഓവർ ചെയ്യേണ്ട സിറ്റുവേഷൻ. അതിനെ പിടിക്കേണ്ട രാത്രി തന്നെ. അങ്ങനെയാണ് നമുക്ക് 2 ജീവൻ രക്ഷപ്പെടുത്തായിരുന്നു. എന്താണ് പോലീസിൻ്റെ അവർ കേസ് അന്വേഷിച്ചിട്ട് ഒരാളെ കൊന്നിട്ട് ആ കേസ് വലിയ കാര്യത്തോടെ അന്വേഷിച്ച് ചാർജ് കൊടുക്കുന്നതല്ല, പ്രിവെൻഷനാണ് ചെയ്യേണ്ടത്. അത് കേരള പോലീസ് എത്ര പേർക്ക് ചെയ്യുന്നുണ്ട്? എത്ര പേര് ഇതുപോലെ കൊല്ലപ്പെടുന്നുണ്ട്? പ്രിവെൻറ്റ് ചെയ്യാവില്ല നമുക്ക്. അതിനകത്ത് രാഷ്ട്രീയ ചിന്തയൊന്നുമല്ല. നമ്മുടെ ജീവനെ പണയം വെച്ചിട്ടാണ് നമ്മൾ പല ജോലി ഇതുപോലെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ചാല കത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളുണ്ടായിരുന്നല്ലോ. എത്ര പേര് എൻ്റെ മുമ്പിൽ വാളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പോലീസ് വേണ്ടത്. ഇത് ചെയ്യുന്നത് അങ്ങനെയാണ്. ഞാൻ മിടുക്കനായിട്ടൊന്നും അല്ല പറയുന്നത്. അതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കടമ. എല്ലാവരും അത് മറന്നു. അത് നിസ്സാരമായിട്ട് കഴിഞ്ഞ 2 വിലപ്പെട്ട ജീവൻ ഇപ്പോഴും പോയി. 3 എണ്ണം പോയി. ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ അടുത്ത 2ാമത്തെ റൗണ്ടിൽ ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ ജിൻഡോ, ഈ ഇത്തരം കേസുകൾ ഇപ്പോൾ കേരളത്തിൻ്റെ ക്രൈം റേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം കൂടുകയാണ്. അതും വളരെ ബ്രൂട്ടലായിട്ടുള്ള കൊലപാതകങ്ങൾ, വളരെ കൊടും കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ കൂടി വരുന്നു. പല സന്ദർഭങ്ങളിലും ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉയരുന്നത് ഇത്തരം കാര്യങ്ങളിൽ പോലീസ് വേണ്ട രീതിയിൽ ഇടപെടുന്നില്ലേ എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചാണ്. പക്ഷേ നമുക്കറിയാം, ചില പ്രധാനപ്പെട്ട കേസുകൾ പോലീസിൻ്റെ മിടുക്കുകൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള, ഇപ്പോൾ കേരളത്തിൽ ധാരാളം നിരവധി കേസുകൾ അത്തരത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള കേസുകളും നമ്മുടെ മുന്നിലുണ്ട്. അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രശംസയ്ക്ക് അർഹരാകുമ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങളിൽ, അതായത് പ്രാദേശിക തലത്തിൽ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ പോലീസിന്റെ ഇടപെടൽ സംബന്ധിച്ച കാര്യങ്ങളിൽ ആക്ഷേപങ്ങൾ ഉയരുന്നുമുണ്ട്. രണ്ടും പറയണമല്ലോ, പോലീസ് നല്ല കാര്യങ്ങൾ ചെയ്തതുമുണ്ട്. പക്ഷേ ഇവിടെ പോലീസിന്റെ ഒരു ഇടപെടലിലെ വീഴ്ച, ഒരു ശ്രദ്ധക്കുറവ് അതിന് കാരണമായിട്ടുണ്ട് എന്ന് മാത്രം കണ്ടാൽ മതിയോ? അതല്ല,
ഇതിന് മറ്റെന്തെങ്കിലും രാഷ്ട്രീയ മാനങ്ങളുണ്ടോ? ഗോപി, നമ്മൾ കേരളത്തിലെ പോലീസിനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സേന എന്നാണല്ലോ നമ്മളെല്ലാവരും അവകാശപ്പെടുന്നത്. പക്ഷേ അതേസമയം തന്നെ കേരളത്തിൽ ക്രൈം റേറ്റ് കൂടുന്നു, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള ക്രൈം റേറ്റ് കൂടുന്നു, അതിക്രമങ്ങൾ കൂടുന്നു എന്നൊക്കെ സമീപകാല ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അത്തരത്തിലുള്ള ഡാറ്റയാണ് നമുക്ക് അവൈലബിളായിട്ട് ഉള്ളതും. അപ്പോൾ നമ്മൾ പോലീസ് സേനയുടെ ഭാഗത്തുനിന്ന് മാതൃകാപരമായിട്ടുള്ള എന്ത് നടപടി വന്നാലും കേരളത്തിലെ സമൂഹം അതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്നുള്ള നിരവധി ഉദാഹരണങ്ങളുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരോ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരോ മാതൃകാപരമായി അവരുടെ ജാഗ്രതയുടെ ഭാഗമായിട്ട് ജനങ്ങൾക്കും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്ന നിലപാടുകൾ എടുത്താൽ, മനുഷ്യത്വപരമായ നിലപാടെടുത്താൽ അതിനെയൊക്കെ വലിയ രീതിയിൽ വാഴ്ത്തിപ്പാടുന്ന ഒരു നാട് കൂടിയാണ് കേരളം. പക്ഷേ നേരെ തിരിച്ച് പോലീസ് സേനയുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വന്നാൽ അതുപോലെ തന്നെ വിമർശിക്കാനും നമുക്ക് അവകാശമുണ്ട്, അല്ലേ? അതിനുള്ള സാഹചര്യങ്ങളും ഇവിടെ നിരന്തരം ഉണ്ടാകുന്നുണ്ട്. കാരണം എന്താ? നമ്മൾക്ക് ഏറ്റവും സംരക്ഷണം തരുമെന്ന് നമ്മൾ വിചാരിക്കുന്ന പോലീസാണ്. നമുക്കൊരു അപകടം നടക്കുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുന്നത് ആരെയാണ്? നമ്മൾ പോലീസിനെയാണ്. നമ്മുടെ വിശ്വാസമാണ് പോലീസ് നമ്മളെ സംരക്ഷിക്കും, രക്ഷപ്പെടുത്തും എന്നുള്ളത്. ഇവിടെ ഈ കേസിൽ സംഭവിച്ചത് എന്താ? ഈ പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലം അറിയാവുന്ന അവിടുത്തെ ലോക്കൽ പോലീസ് ഇയാളെക്കുറിച്ചിട്ട് ഇയാൾക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിന് ശേഷം ഇയാളെ നിരന്തരം മോണിറ്റർ ചെയ്തില്ല എന്നുള്ളതൊരു ഒന്നാമത്തെ പരാതി. അത് രണ്ടാമത്തത്, ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം മനസ്സിലാക്കിയിട്ടുള്ള പോലീസ് ഇയാൾക്ക് ജാമ്യം നിഷേധിക്കണമെന്ന് റിപ്പോർട്ട് കൊടുത്ത പോലീസ് ആ റിപ്പോർട്ടിന്മേൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാതെ ഇയാൾക്ക് ജാമ്യം കൊടുത്ത കോടതിയുടെ നടപടി അവിടെയുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് പോലീസിന് അറിയാമല്ലോ ഇയാൾക്ക് ജാമ്യം കിട്ടി ഇറങ്ങിയെന്ന്. ആ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിന് പകരം പഞ്ചായത്ത് ലിമിറ്റിലായിട്ട് കുറച്ചപ്പോൾ ഇയാൾ അവിടെ വരും എന്ന സാധ്യത ഉള്ളതുകൊണ്ട് ഇയാളെ മോണിറ്റർ ചെയ്യേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. അത് പോലീസ് ചെയ്തില്ല. മാത്രമല്ല, ഈ കുട്ടി ഉൾപ്പെടെ ഈ കുടുംബവും ആ നാട്ടുകാരും പോയി പരാതി കൊടുക്കുന്നു. ഈ കുടുംബത്തിൻ്റെ പരാതി, നാട്ടുകാരുടെ മാസ് പെറ്റീഷൻ കൊടുക്കുന്നു. ഇങ്ങനെ 2 പരാതി കിട്ടിയിട്ടും പോലീസ് സ്റ്റേഷനിൽ ഇയാളെ വിളിച്ചപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് കയറാൻ മടിച്ചു നിന്ന ഇയാളുടെ അടുത്തേക്ക്, അതായത് CIA അബ്യൂസ് ചെയ്തു എന്നാണ് ഇന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. CIAയോട് പോലും മോശമായിട്ട് പെരുമാറിയ ഒരു കുറ്റവാളി അയാളുടെ അടുത്ത് ചെന്ന് പോലീസ് അയാളെ പറഞ്ഞ് മനസ്സിലാക്കി വിട്ടു എന്ന്. നമ്മൾ മനസ്സിലാക്കുന്ന ഈ അംഗൻവാടി കുട്ടികളെയൊക്കെ പറഞ്ഞ് ഗുണദോഷിച്ച് വിട്ടു എന്നൊക്കെ പറയുന്ന പോലെയാണ്. കൊലപാതക കേസിൽ ജയിലിൽ കിടന്ന ഒരു പ്രതി ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ സമാനമായിട്ടുള്ളൊരു ഭീഷണി മുഴക്കുന്ന കേസിലാണ് CIAയുടെ നേതൃത്വത്തിൽ ഗുണദോഷിച്ച് വിട്ടു എന്ന് പറയുന്നത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇയാൾക്ക് ജാമ്യം കൊടുത്തു വിട്ടേ, നിയമത്തിൻ്റെ സംരക്ഷണം ഉണ്ടെന്നൊക്കെ പോലീസ് പറയുന്നു. ക്രിമിനൽ കുറ്റമാണല്ലോ വധഭീഷണി. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനൊരു നിയമവിശാരദനൊന്നുമല്ല, പക്ഷേ എൻ്റെ ഒരു സാമാന്യ ബോധം വെച്ച് ഞാൻ പറയുന്നത്, ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചിട്ട് 351 വകുപ്പ് അനുസരിച്ചിട്ട് ക്രിമിനൽ വധഭീഷണിക്ക് 7 വർഷം ശിക്ഷ കിട്ടാവുന്ന കുറ്റം, ആ കുറ്റം ചാർത്തി ഇയാളെ പിടിച്ച് അകത്തിടേണ്ട കാലം കഴിഞ്ഞില്ലായിരുന്നോ? 1 മാസം കഴിഞ്ഞു ആ കുട്ടിയും ആ കുടുംബവും ആ നാട്ടുകാരും പരാതി കൊടുത്തിട്ട് പോലീസ് അത് വേണ്ടത്ര ജാഗ്രതയോടെ എടുത്തില്ല. കേരളത്തിലെ പോലീസിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോഴേക്ക് മാല മോഷ്ടിക്കുന്ന പോലീസുകാരനും മാങ്ങ മോഷ്ടിക്കുന്ന പോലീസുകാരനും തുടങ്ങി അങ്ങേയറ്റത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ പോലും നിരന്തരം ഇത്തരം ആക്ഷേപങ്ങളിൽ പെടുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഭരണകക്ഷിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി കൊടും കുറ്റവാളികളെ സ്വീകരിക്കുന്നു. കുറ്റകൃത്യത്തിൽ അകപ്പെട്ട ആളുകൾ പുറത്തു വരുമ്പോൾ അവരെ മാലയിട്ട് സ്വീകരിക്കുന്നു. അത്തരം കുറ്റവാളികൾക്ക് നിയമവിരുദ്ധമായിട്ടും മറ്റു പലർക്കും കിട്ടാത്ത രീതിയിലുള്ള പരോൾ കൊടുക്കുന്നു. അങ്ങനെ സകല സംരക്ഷണം കൊടുക്കും. കേരളത്തിലെ കുറ്റവാളികൾക്ക് ഭയമില്ലാതെയാകുന്നു. പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ ആളെ കൊന്ന് ഡെഡ് ബോഡി കൊണ്ടുവന്നിരുന്ന സാഹചര്യം വരുന്നു. കൈയും കാലും വെട്ടി പോലീസ് സ്റ്റേഷന് മുമ്പിൽ കൊണ്ടുവിടുന്ന സാഹചര്യം വരുന്നു. കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക് സംരക്ഷണം ഒരുക്കുന്നതിൽ കേരള പോലീസ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ അവസാന ഉദാഹരണമാണിത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കുട്ടിക്കും ഈ കുടുംബത്തിനും യാതൊരു പ്രിവിലേജും ഇല്ല, സമ്പത്തില്ല, സ്വാധീനമില്ല, മറ്റൊരു പ്രിവിലേജും ഇല്ല. അതുകൊണ്ടാണോ ഇവരുടെ പരാതിയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നടപടി സ്വീകരിക്കാതിരുന്നത്? പ്രിവിലേജും സമ്പത്തും സ്വാധീനമുള്ളവരുടെ പരാതിയായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ആൾ തന്നെ നേരിട്ട് വിളിച്ച് ഇമ്മീഡിയറ്റ് നടപടിയെടുക്കും. പരാതിക്കാരിയെ തന്നെ വിളിച്ച് ബോധിപ്പിക്കുമല്ലോ നടപടിയെടുത്തു എന്ന്. ഇവിടെ ഈ കുട്ടിക്കും ഈ കുടുംബത്തിനും ആ നാട്ടുകാർക്കും ഇത്തരത്തിലുള്ള ഒരു പ്രിവിലേജ് ഇല്ലാത്ത സാധാരണക്കാരായതുകൊണ്ടാണോ ഇവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു അനാസ്ഥ വന്നത് എന്ന് പറയണം. ഈ അനാസ്ഥയുടെ ഭാഗമായിട്ട് എന്താ, 2 ജീവന് കൂടി പൊലിയപ്പെട്ടു. ആ കുടുംബത്തിലെ 3 ജീവൻ നഷ്ടപ്പെട്ടു. അതിൻ്റെ ഉത്തരവാദിത്തം കേരള പോലീസിന് കൂടി ഉണ്ട് എന്ന് നമ്മൾ പറയണം. പോലീസിന്റെ നന്മകൾ, പോലീസ് ചെയ്യുന്ന സേവനങ്ങളെ വാഴ്ത്തുമ്പോൾ തന്നെ പോലീസിന്റെ ഈ കുറ്റകരമായിട്ടുള്ള അനാസ്ഥയെ നമ്മൾ അതേ അർത്ഥത്തിൽ തന്നെ അതിനേക്കാൾ വലുതായിട്ട് വിമർശിക്കുക കൂടി ചെയ്യണം. കാരണം നമുക്ക് സംരക്ഷണം തരാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ കാക്കി കുപ്പായത്തിന് കഞ്ഞി മുക്കാനുള്ള നികുതി പണം വരെ നമ്മൾ കൊടുക്കുന്നത്, അല്ലേ? അപ്പം നമുക്ക് സംരക്ഷണം തരണം. പോലീസിന് പണ്ടൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്, ഒരു അടി നടക്കുമ്പോൾ, ഒരു ക്രൈം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൊല നടക്കുമ്പോൾ, ഇതെല്ലാം കഴിയുമ്പോൾ പോലീസിൻ്റെ വണ്ടി പാഞ്ഞു വരും, അവിടെ അന്വേഷണം നടത്തും.
അങ്ങനെയല്ലല്ലോ നമുക്ക് വേണ്ടത്. ഈ ക്രൈം നടക്കാതെ തടയാനും കൂടി പോലീസിന് പറ്റണം. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് കാവൽ നിൽക്കാൻ പോലീസിന് പറ്റണം. ഒറ്റ കാര്യം കൂടി ഗോപി, മുഴുവൻ ആളുകൾക്കും സംരക്ഷണം ഒപ്പം പോലീസിന്റെ മറ്റേ സംരക്ഷണം കൊടുത്ത് അല്ലെങ്കിൽ കാവൽ നിൽക്കാൻ പറ്റില്ല. പക്ഷേ കേരളത്തിലെ ക്രിമിനലുകൾക്ക് ഒരു ഭയം വേണ്ടേ പോലീസിനെ? അതില്ലല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കാവൽ നിൽക്കാൻ പെരുവഴിയിൽ നിൽക്കുന്ന പോലീസുകാരെ പോലും സാധാരണക്കാർക്ക് സംരക്ഷണം കൊടുക്കുന്നില്ല. മദ്യ കമ്പനികൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന പോലീസ് മന്ത്രിമാരും പോലീസും ഒക്കെ അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളൊക്കെ സാധാരണക്കാരന് വേണ്ടിയിട്ട് ഒരു അനുതാപപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടോ? മനുഷ്യർ മൃഗങ്ങളാൽ കൊല്ലപ്പെടുന്നു, മനുഷ്യ മൃഗങ്ങളാൽ കൊല്ലപ്പെടുന്നു. അവിടെയൊക്കെ കേരളത്തിലെ പോലീസും കേരളത്തിലെ ഭരണ സംവിധാനങ്ങളും ഒക്കെ അരാജകത്വത്തിലേക്ക് പോകുന്ന സ്ഥിതിയാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. ഇതിന്റെ പൂർണ്ണ ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. അഡ്വക്കേറ്റ് ബി എൻ അസ്കർ, ഞാൻ താങ്കളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഇന്ന് ഉണ്ടായിട്ടുള്ള ഈ ഇരട്ട കൊലപാതകം, ഈ ദാരുണമായ കൊലപാതകം, അതിൽ പോലീസിനുണ്ടായിട്ടുള്ള വീഴ്ച നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടാകാൻ വരുന്ന ഇടവരുത്തിയ സാഹചര്യങ്ങൾ ഏത് സന്ദർഭത്തിലാണ് അത് സംഭവിച്ചിട്ടുള്ളത്, അല്ലായിരുന്നുവെങ്കിൽ ഈ കൊലപാതകം നടക്കില്ലായിരുന്നു എന്നതാണ്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഇപ്പോൾ സാധാരണ ഇതുപോലെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയോ പോലീസ് ഇടപെടലുകളിലെ പോരായ്മകളോ വീഴ്ചയോ ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ആഭ്യന്തര വകുപ്പിനെതിരായിട്ടുള്ള വിമർശനങ്ങളായി ഉയർന്നു വരുമ്പോൾ സാധാരണ നിലയിൽ മുഖ്യമന്ത്രി പ്രതിരോധ വാദമായി ഉന്നയിക്കാറുള്ളത് ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നാണ്. അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ഒരു വകുപ്പിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ല എന്നാണെങ്കിൽ, ഇപ്പോൾ CPM-ന്റെ ജില്ലാ സമ്മേളനങ്ങളിൽ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഉയർന്നു വന്ന വിമർശനങ്ങളൊക്കെ താങ്കൾക്കറിയാമല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ കൂടി വരുന്നു എന്നുള്ളതല്ലേ കേരളത്തിൻ്റെ അനുഭവം? ഇപ്പോൾ ഈ കേസിൽ തന്നെ പോലീസിന് എടുക്കാൻ കഴിയുന്നത്, അതായത് പോലീസിന് ആ നാടിനെ കുറിച്ചറിയാം, ഈ കുറ്റവാളിയെക്കുറിച്ചറിയാം, അയാൾക്ക് ഈ കുടുംബത്തോടുള്ള പകയെക്കുറിച്ചറിയാം, അയാൾ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് എന്താണെന്നറിയാം, പോലീസുകാരോടുള്ള അയാളുടെ പെരുമാറ്റം എന്താണെന്നറിയാം, ഇതിനെക്കുറിച്ചൊക്കെ ബോധ്യമുണ്ടായിരുന്നു, നിയമം എന്താണെന്നറിയാം. ഇതിനെക്കുറിച്ചൊക്കെ ബോധ്യമുള്ള ഒരു സേന എന്തുകൊണ്ടാണ് ആ സമയത്ത് കൃത്യമായി ഇടപെടാതിരുന്നത് എന്ന ചോദ്യം പ്രസക്തമാണല്ലോ. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ച ആ നിലയ്ക്ക് കേരളത്തിൽ കൂടി വരുന്നു. പലയിടങ്ങളിലും ഇതുപോലെ പോലീസിനെതിരെ പരാതി ഉണ്ടാകുന്നു. വലിയ സെലിബ്രിറ്റികൾ പരാതിപ്പെടുമ്പോൾ നടപടി ഉണ്ടാവുകയും സാധാരണക്കാരായ ആളുകൾക്ക് നീതി കിട്ടുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നു. അതിൽ പെടുന്ന ഒന്നല്ലേ ഈ സംഭവം, അഡ്വക്കേറ്റ് ബി എൻ അസ്കർ? ഗോപികൃഷ്ണൻ, ഇതിലെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് വേണം ഇക്കാര്യത്തിൽ ഒരു ചർച്ച നടത്താൻ. കാര്യം അതിവൈകാരികമായിട്ടുള്ള ഒരു വിഷയത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. ഇവിടെ കേരള പോലീസിൻ്റെ മൊറയിൽ തകർക്കുകയോ കേരള പോലീസിന് ഏതെങ്കിലും തരത്തിൽ വീഴ്ച വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആഭ്യന്തര വകുപ്പിനെയും ആഭ്യന്തര വകുപ്പ് നയിക്കുന്ന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെയും ആക്രമിക്കണമെന്ന രാഷ്ട്രീയ ലക്ഷ്യം നിങ്ങൾ മാറ്റി നിർത്തിയാൽ ഇതിൽ നിയമപരമായി ചെയ്യാൻ കഴിയുന്നതെല്ലാം പോലീസ് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടെന്നാൽ പോലീസ് 2019 ഒരു കൊലക്കേസിൽ അകപ്പെട്ട പ്രതി 2021 വരെ ജാമ്യം ലഭിക്കാതിരിക്കുകയും ജാമ്യം ലഭിച്ചിട്ടും തൻ്റെ വീടിൻ്റെ അടുത്തേക്ക് കടന്നു കയറാൻ കഴിയാത്ത തരത്തിൽ ജാമ്യ വ്യവസ്ഥ കർശന ഉപാധികളോടെ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി ജാമ്യ ഹർജികളിന്മേൽ നിരന്തരം എതിർത്തുകൊണ്ടിരിക്കുകയും ചെയ്തു എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. ഒരു 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ആ പ്രതിക്ക് നിയമപരമായി ജാമ്യം ലഭിക്കുന്നതിന് അർഹതയുള്ള, കൊലക്കേസ് പ്രതിക്ക് അർഹതയുള്ളൊരു രാജ്യത്താണ്. 2019 അകത്തായ പ്രതിയെ 2021 വരെ ജാമ്യം ലഭിക്കാതിരിക്കുകയും തുടർന്ന് ജാമ്യ വ്യവസ്ഥ മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ള ഹർജികളിന്മേൽ നിശിതമായി എതിർത്തു എന്നുള്ള വസ്തുതയും നമ്മുടെ മുന്നിൽ തെളിഞ്ഞു. അതായത് ഒരു ഒറ്റ മിനിറ്റ് അഡ്വക്കേറ്റ് ബി എൻ അസ്കർ, അതായത് താങ്കൾക്ക് അറിയാമായിരിക്കും ഒരുപക്ഷെ 2022 നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കടക്കരുത് എന്ന ഉപാധിയോടെയാണ് ചെന്താമരയ്ക്ക് കോടതി ജാമ്യം കൊടുത്തത്. 2023 നെന്മാറ പഞ്ചായത്ത് പരിധി മാത്രമാക്കി ജാമ്യ ഇളവ് ചുരുക്കി. പ്രതി ഈ ഉപാധി ലംഘിച്ച് പഞ്ചായത്തിൽ വരികയും അവിടെ താമസിക്കുകയും ചെയ്തു. ഇത് പോലീസിന് അറിയാമായിരുന്നു, ഈ കാര്യം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ടും ജാമ്യം റദ്ദാക്കാൻ കോടതിയെ സമീപിച്ചില്ല എന്ന ഒരു കുഴപ്പം കൂടി ഉണ്ടല്ലോ അഡ്വക്കേറ്റ് ബി എൻ അസ്കർ ഇതിൽ. അല്ല, ഞാൻ അതിലേക്ക് വരാം. ഒരുപക്ഷെ ആ അന്വേഷണ ഉദ്യോഗസ്ഥന് ചില പാളിച്ചകൾ അക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ അതിലെ പാളിച്ചകളിലേക്ക് വരാം. പക്ഷേ പോലീസ് എടുത്തിട്ടുള്ള നടപടിയെ, ആ പർട്ടിക്കുലർ കേസിൽ ചെന്താമര പ്രതിയായിട്ടുള്ള കേസിൽ പോലീസ് എടുത്തിട്ടുള്ള നടപടിയെ അഭിനന്ദിക്കേണ്ട നിങ്ങൾ അതിനെ വിമർശിക്കുമ്പോൾ വസ്തുതകൾ കൂടി പറയണം. കാരണം ആ കേസിൽ ഒരു പ്രതിക്ക് ജാമ്യം ജാമ്യം നൽകിയ ഭാഗത്ത് ഒരു കാര്യം കൂടി ഒന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ അഡ്വക്കേറ്റ് ബി എൻ അസ്കർ. In these circumstances, condition, അതായത് on going through the report of the SHO concerned,
it is seen that the accused and the relatives of the victims are residing within the same locality within the limits of Nenmara police station. If the condition number 3 is lifted, there is possibility of serious threat to the life of the petitioner and other law and order issues in the locality എന്ന് പറഞ്ഞുകൊണ്ട് കോടതി പറയുന്നു, in these circumstances condition number 3 in the order dated 24/5/2022 stands modified. The petitioner shall not enter into the limits of Nenmara Panchayat until the conclusion of trial എന്നാണ്. അതായത് ഇതിലെ ട്രയൽ പൂർത്തിയാകുന്നത് വരെ നെന്മാറ പഞ്ചായത്തിന്റെ പരിധിയിൽ ഇയാൾക്ക് കടക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഇയാൾ കടന്നതിൽ നടപടി സ്വീകരിക്കേണ്ടത് ആരാണ്? അഡ്വക്കേറ്റ് വി എൻ അസ്കർ. അല്ല, നിശ്ചയമായി ഞാൻ അതിലേക്കാണ് വരുന്നത്. ഒന്ന്, ആ ബെയിൽ കണ്ടീഷൻസ് മോഡിഫൈ ചെയ്തുകൊണ്ടുള്ള ഉത്തരവിന് ശേഷം ചെന്താമരൻ ഈ പറയുന്ന പഞ്ചായത്തിനുള്ളിൽ കടന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ ജാമ്യം റദ്ദ് ചെയ്യുന്നതിനാവശ്യമായ നടപടി പോലീസ് എടുക്കണമായിരുന്നു. മാത്രമല്ല, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ 398 വകുപ്പ് പ്രകാരം നിശ്ചയമായും വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീമിന് അർഹതയുണ്ട്. ഒരുപക്ഷെ ഈ പറഞ്ഞ ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളവർ പലരും ഈ കേസിലെ സാക്ഷികളായിരിക്കും. ആ സാക്ഷികളെ സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി പോലീസിനുണ്ട്. അത്തരത്തിൽ പോലീസിന് ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന് ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നതിനും വിമർശിക്കുന്നതിന് എനിക്കൊരു മടിയില്ല. പക്ഷേ ഇത്ര കാലത്തോളം ആ പ്രതിക്ക് ജാമ്യം ലഭിക്കാതിരിക്കുകയും ആ ജാമ്യാപേക്ഷകളിന്മേൽ ശുഷ്കാന്തിയോടുകൂടി എതിർക്കുകയും ചെയ്ത പോലീസിനെ നിങ്ങൾ അഭിനന്ദിക്കേണ്ട. അവരുടെ പ്രവൃത്തിയാണ്, അത് അവരുടെ ഡ്യൂട്ടിയാണ്, അവരുടെ ഉത്തരവാദിത്വമാണ് എന്ന രീതിയിലെങ്കിലും അതിനെ കാണണം എന്നൊരു അപേക്ഷ മാത്രമേ ഇക്കാര്യത്തിലുള്ളൂ. നമുക്ക് പലപ്പോഴും ഒരു കേസിൻ്റെ സ്വഭാവം എടുത്തു വെച്ചുകൊണ്ട് ആ കേസിൽ ഇപ്പോൾ നമുക്കറിയാം ഒരു കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലെ ഒരു വർഷം 1500 മുതൽ 2000 ക്രൈം വരെ രജിസ്റ്റർ ചെയ്യപ്പെടും. അപ്പോൾ ആ 2000 ക്രൈമിലെയും പ്രതികളെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി പോലീസിന് നോക്കിക്കാണുക. പോലീസ് അവരുടെ എല്ലാം മാനസിക നിലവാരം, അവരുടെ മനോനില അളക്കുന്ന ഏതെങ്കിലും വിദഗ്ധമായ ഏതെങ്കിലും ഒരു ഉപാധി കണ്ടെത്തിക്കൊണ്ട് പോലീസിന് ചെയ്യണം എന്ന് വാശി പിടിച്ചാൽ അതിനെ എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം. ഈ പോലീസിന്റെ ഈ നിഷ്ക്രിയത്വം കൊണ്ട്, ഈ വീഴ്ച കൊണ്ട് 2 കുട്ടികൾ അനാഥരാക്കപ്പെട്ടിരിക്കുകയാണ്. അവരുടെ അച്ഛനും അമ്മയും ഒരേ ആളുടെ കൊലക്കത്തിക്ക് ഇരയാക്കി ആയിരിക്കുകയാണ്. അതും ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തിറങ്ങി വന്ന് പക തീർക്കാൻ വേണ്ടി വീണ്ടും അച്ഛൻ അയാളുടെ കൊലക്കത്തിക്ക് ഇരയാകുന്നു എന്ന് പറഞ്ഞാൽ ഈ സംവിധാനങ്ങളെ എങ്ങനെയായിരിക്കും ആ വളർന്നു വരുന്ന കുട്ടികൾ കാണുക? എന്ത് സുരക്ഷിതത്വ ബോധമായിരിക്കും ആ കുട്ടികൾക്ക്, ഒരു സ്റ്റേറ്റിന്, ഒരു ഗവൺമെന്റിന് ആ കുട്ടികൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന ചോദ്യത്തിന് എന്ത് മറുപടിയാണുള്ളത്? ഇപ്പോൾ ഇതൊരു പിടിച്ചുപറി കേസല്ല, ഇത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ ഒരു കേസല്ല. 2 കുട്ടികൾ അനാഥരാക്കപ്പെട്ടിരിക്കുന്നു. അല്ല ഗോപീഷ്ണൻ, ഇതിൽ ഓരോ വ്യക്തികളുടെയും മാനസിക നിലവാരം, തയ്യാറെടുപ്പുകളും തിരിച്ചറിയുന്നതിന് പോലീസിന് പലപ്പോഴും കഴിയാറില്ല. അത് പോലീസിനെന്നല്ല, ഒരു വ്യക്തി ഭ്രാന്തമായ ഒരു മാനസിക നിലവാരത്തിൽ പ്രതികാരം കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ചെന്താമരൻ. അപ്പോൾ സ്വാഭാവികമായി നേരത്തെ ജോർജ് ജോസഫ് സാർ പറഞ്ഞതുപോലെ അതൊരു ഭ്രാന്താണ് എന്ന് ഞാനിപ്പോൾ പറയില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ അത് ആ പ്രതിക്ക് ഈ കേസിൽ ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കും. അങ്ങനെ പോലും ഒരു തരത്തിലുള്ള നിയമപരമായ ആനുകൂല്യവും ചെന്താമരൻ അർഹിക്കുന്നില്ല എന്ന് കരുതുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇതിൽ കാണേണ്ടത്, ഇത് അത്തരം ഒരു മനോനിലയിൽ എത്തപ്പെട്ടിട്ടുള്ള പ്രതി കൊലപാതകത്തിനായി തയ്യാറെടുത്തു കാത്തിരിക്കുകയായിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. 29 ഡിസംബറിൽ നൽകിയിട്ടുള്ള പരാതിയിന്മേൽ പോലീസിന് എടുക്കാവുന്ന നടപടി, ഒരു പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിൽ കൂടുതൽ ഒരു പ്രതിയെ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്ത് വെക്കാനാവില്ല. ഒരുപക്ഷെ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം അനുസരിച്ച് പോലീസ് നടപടി എടുക്കണമായിരുന്നു. അങ്ങനെ എടുത്തില്ല എന്നുള്ള വലിയൊരു വീഴ്ച പോലീസിൻ്റെ ഭാഗത്തുണ്ട്. ആ വീഴ്ച തുറന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ വേണം പോലീസ് ഇത് വളരെ ലാഘവത്തോടു കൂടി കണ്ട്. പലപ്പോഴും അയൽവീടുകളിലെ തർക്കങ്ങൾ ഇത്തരത്തിൽ കൊലപാതകങ്ങളിലേക്ക് കലാശിക്കുകയും തുടർന്ന് പോലീസിൽ പലപ്പോഴും പരാതികൾ വരികയും ഇരുകൂട്ടരെയും വിളിച്ചു വരുത്തി പോലീസ് രമ്യതയിലേക്ക് പരിഹരിച്ച് പറഞ്ഞുവിടുകയും ചെയ്യുന്നുള്ള സാഹചര്യങ്ങളിൽ മറ്റു കുറ്റകൃത്യത്തിലേക്ക് പോകാതിരുന്നിട്ടുള്ള നിരവധി ഉദാഹരണങ്ങൾ കേരളത്തിലുണ്ട്. അത് ഓരോ മണിക്കൂറിലും നാം കണ്ടുകൊണ്ടേയിരിക്കണം. നമുക്കൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു ഗോപീകൃഷ്ണൻ, ഞാൻ പലപ്പോഴും പോലീസിനെ ന്യായീകരിച്ചുകൊണ്ടല്ല,
പോലീസിനെ ഏറ്റവും നഖശികാന്തം എതിർത്തിരുന്നൊരു വ്യക്തി എന്ന നിലയിൽ ഇതിപ്പോൾ ഭരണം മാറി ഞാൻ ഇടതുപക്ഷ ചിന്താഗതി ഉള്ളത് കൊണ്ട് പോലീസിനെ ആകമാനം ന്യായീകരിക്കുന്നു എന്ന് കരുതരുത്. പോലീസിൽ സേനയ്ക്കുള്ളിൽ അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം 92ഓളം പോലീസുകാർ ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരു പോലീസ് സേനയാണ്. അവരുടെ ജോലിഭാരത്തിൻ്റെ കൂടുതൽ ഇതൊക്കെ എങ്ങനെ ചെയ്യാം, ഇതൊക്കെ ഉടൻ തന്നെ ആഭ്യന്തര വകുപ്പിന് പരിഹരിച്ചുകൂടെ എന്ന മറുചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് എന്ന് കാണിക്കുന്നു ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് അതൊരു മാജിക്കൽ വടി കൊണ്ട് അല്ലെ ഒരു മാന്ത്രിക വടി കൊണ്ട് ഇതെല്ലാം ശരിയാക്കി കളയാൻ കഴിയുന്ന ഒരു അവിടെ താങ്കൾ ചെറുതായിട്ട് ഈ സബ്ജക്റ്റിൽ നിന്നും മാറിപ്പോയിട്ടുണ്ട്. അതായത് ഒരു രോഗി അഡ്വക്കേറ്റ് ബി എൻ അസ്കർ, ഒരു രോഗി മെഡിക്കൽ നെഗ്ലിജൻസ് കൊണ്ട്, ഡോക്ടറുടെ അനാസ്ഥ കൊണ്ട്, ഡോക്ടറുടെ അശ്രദ്ധ കൊണ്ട് ഒരു രോഗി മരിക്കാനിടയായാൽ ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ സർക്കാർ ഡോക്ടർമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവർ കടന്നു പോകുന്ന പ്രതിസന്ധികൾ, അവരുടെ ഡ്യൂട്ടി സമയം എന്ന നിലയ്ക്ക് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്, അതാര് ഭരിക്കുന്നതാകട്ടെ ഈ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ഇവിടുത്തെ ഓരോ പൗരനും സുരക്ഷിതരാണെന്നും അവർക്ക് നിയമത്തിൻ്റെ സംരക്ഷണമുണ്ടെന്നും അവർക്കെതിരെ വരുന്ന ഏത് ആക്രമണത്തെയും അവരുടെ സ്വത്തിനും ജീവനും അപകടം വരുന്ന ഏത് സാഹചര്യത്തെയും നേരിടാൻ ഒരു സംവിധാനം നമുക്കുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ കാലാളുകളും കയ്യാളുകളുമാണ് ഈ പോലീസ് സേനയടക്കമുള്ള ആളുകൾ. അപ്പോൾ സേനയ്ക്കകത്തെ പ്രശ്നങ്ങൾ അത് സർക്കാർ പരിഹരിക്കേണ്ടതാണ്. അതൊന്നും കേരളത്തിലെ പൊതുജനം അറിയേണ്ട കാര്യമല്ല. പൊതുജനത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ, ഭയമില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നുണ്ടോ, അന്യൻ്റെ വാക്കത്തിക്കിരയാകാതെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ, സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുന്നുണ്ടോ, ഇതാണ് ഒരു ഗവൺമെൻറ് ഉറപ്പുവരുത്തേണ്ടത്. അവിടെയാണ് ഈ വീഴ്ചയ്ക്ക്, ഈ നിഷ്ക്രിയത്വത്തിൻ്റെ പേരിൽ കുട്ടികൾ അനാഥരാക്കപ്പെട്ടത്. അതുകൊണ്ട് ദിസ് ഈസ് എ കേസ് ദാറ്റ് ഈസ് മച്ച് മോർ സീരിയസ് ദാൻ എനി അതർ കേസസ് ഇൻ ദ റീസെൻറ്റ് പാസ്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് ആ നിലയിൽ പരിഗണിക്കേണ്ടതല്ലേ, അതുകൊണ്ടാണ് ഇത് ആ നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ പലരും വിമർശിക്കുന്നു, എന്തിനാണ് ആ കുട്ടിയെ കാണിച്ചത്, എന്തിനാണ് ആ കുട്ടിയുടെ കരച്ചിൽ, നിങ്ങൾ റേറ്റിംഗ് കൂട്ടാനാണോ, നിങ്ങൾ ആളുകളെ കാണിക്കാനാണോ? ആ കുട്ടി പറയുന്ന കാര്യങ്ങളിൽ നിന്നല്ലേ ഇത് എത്രത്തോളം ഗൗരവമുള്ളൊരു വിഷയമാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഞാൻ ഒരൊറ്റ നിമിഷം ഇപ്പോൾ വരുന്നൊരു വാർത്ത കൂടി, അതായത് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരം കൂടി, നിഖിൽ പ്രമേഷ് ഞങ്ങളുടെ പ്രതിനിധി നമ്മളോടൊപ്പം ഉണ്ട്, ആ വിവരവുമായി ഞാൻ അതിലേക്കൊന്ന് പോയിട്ട് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സന്ദീപ്, താങ്കളിലേക്ക് ഞാൻ വരാം. ഈ പ്രതിയുടെ മാനസിക നില എന്താണെന്ന കാര്യം, അതിൻ്റെ ശാസ്ത്രീയമായ ഒരു അപഗ്രഥനം കൂടി ആവശ്യമുണ്ട്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കടക്കരുത് എന്ന ഉപാധിയോടെയാണ് 2022 കോടതി ചെന്താമരയ്ക്ക് ജാമ്യം നൽകിയിരുന്നത്. 2023 നെന്മാറ പഞ്ചായത്ത് പരിധി മാത്രമാക്കി ജാമ്യ ഇളവ് ചുരുക്കുകയായിരുന്നു. പ്രതി ഉപാധി ലംഘിച്ചു എന്ന് കണ്ടെത്തിയിട്ടും ജാമ്യം റദ്ദാക്കാൻ പോലീസ് കോടതിയെ സമീപിച്ചില്ല. എന്നിടത്തും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. നിഖിൽ പ്രമേഷ് ഉണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകാൻ. നിഖിൽ, ഈ ജാമ്യം നൽകുന്നതിനെ പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ എതിർത്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ജാമ്യ ഇളവ് നൽകുന്നതിനെയും പോലീസ് എതിർത്തിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പ്രതി ഈ ഇളവ് പരിധി ലംഘിച്ച് പഞ്ചായത്തിൽ കടന്നത് ബോധ്യപ്പെട്ടിട്ടും പോലീസ് ഇടപെട്ടില്ല എന്നാണോ നമുക്ക് ബോധ്യമാകുന്നത്? നിഖിൽ. തീർച്ചയായിട്ടും ഗോപീഷൻ, ആദ്യ 2 ഘട്ടങ്ങളിൽ, അതായത് ജാമ്യം അനുവദിക്കുന്നതിനെ പോലീസ് എതിർത്തു, ജാമ്യത്തിൽ ഇളവ് നൽകുന്നതിനെയും പോലീസ് എതിർത്തു. പക്ഷേ ഇയാൾ പഞ്ചായത്തിൽ പ്രവേശിച്ചത് അറിഞ്ഞിട്ടും, അതായത് ഈ കൃത്യം നടന്നതിന് തൊട്ടടുത്ത വീട്ടിൽ, അതായത് ചെന്താമരയിൽ താമസിക്കുന്ന വീട്ടിലേക്ക് ഇയാൾ എത്തിയിട്ടും, അത് ഇവരുടെ ഈ മരിച്ച സുധാകരൻ്റെ ബന്ധുക്കളടക്കം പരാതിപ്പെട്ടിട്ടും അക്കാര്യത്തിൽ വേണ്ടുന്ന ഗൗരവം കാണിച്ചില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2022 നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കടക്കരുതെന്ന ഉപാധികളോടെയാണ് കോടതി ചെന്താമരയ്ക്ക് ജാമ്യം നൽകുന്ന സാഹചര്യമുണ്ട്. അത് 2023 അത് അല്പം കൂടി മയപ്പെടുത്തി നെന്മാറ പഞ്ചായത്ത് പരിധി എന്നുള്ള രീതിയിൽ മാത്രമാക്കി അത് ചുരുക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ആ പ്രതി ഉപാധി ലംഘിച്ചുകൊണ്ട് പഞ്ചായത്തിലെത്തി താമസിച്ചു. പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ കിലോമീറ്ററുകൾ അപ്പുറമൊന്നുമല്ല, തൊട്ടടുത്ത വീട്ടിൽ, അതായത് ഈ കുറ്റകൃത്യം നടത്തിയ സജിതയെ കൊലപ്പെടുത്തിയതിന് തൊട്ടടുത്ത വീട്ടിൽ പ്രതി വന്ന് ദിവസങ്ങളോളം താമസിച്ചു. കഴിഞ്ഞ ഡിസംബർ 29 സുധാകരന്റെ മകൾ ഇതുമായി ബന്ധപ്പെട്ട പരാതി അടക്കം നൽകി. ദിവസവും തങ്ങൾക്ക് ഭീഷണി ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇതിനുശേഷവും ഈ പരാതി നൽകിയ ശേഷവും ജാമ്യം റദ്ദാക്കുന്നതിന് വേണ്ടി ഇടപെടാനോ അല്ലെങ്കിൽ ഇയാളെ തിരികെ പിടികൂടി ജയിലിലടയ്ക്കാനോ ഒന്നും തന്നെ, ജാമ്യം റദ്ദാക്കാനോ ഒന്നും തന്നെ പോലീസ് ഇടപെടൽ നടത്തിയില്ല എന്നുള്ളിടത്താണ് അവരുടെ എത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് പോലീസ് വരുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാകുന്നത്. ഇത് കണ്ടെത്തിയിട്ടും പോലീസ് ജാമ്യം റദ്ദാക്കാൻ വേണ്ടി കോടതിയെ സമീപിച്ചില്ല. അതൊരു ഗുരുതരമായിട്ടുള്ള ഒരു പിഴവ് തന്നെയാണ്. ഒരു പ്രതി പരോളിൽ ഇറങ്ങുന്നത്, അത് ഇത്രമേൽ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടത്തി പരോളിൽ ഇറങ്ങിയ ഒരു പ്രതിയാണ് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. എന്നിട്ടും ഇത്ര ലാഘവത്തോടു കൂടി അത് കൈകാര്യം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് അനഘയ്ക്കും അതുല്യയ്ക്കും അച്ഛനും അമ്മയും നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അമ്മയെ നേരത്തെ നഷ്ടമായി, അച്ഛനെ കൂടി നഷ്ടമായിരിക്കുന്നു, അച്ഛമ്മയെ കൂടി നഷ്ടമായിരിക്കുന്നു. അത്തരത്തിലുള്ള അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിലേക്ക് വഴി നയിച്ചത് പോലീസാണ്. ഇതിൽ ഗുരുതരമായിട്ടുള്ള ഒരു പിഴവ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഗോപീഷൻ.
ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. അതായത് നേരത്തെ തന്നെ ജാമ്യത്തെ എതിർക്കുകയും ജാമ്യത്തിൽ വ്യവസ്ഥയിൽ ഇളവ് നൽകാനുള്ള നീക്കത്തെയൊക്കെ പോലീസ് എതിർക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ജാമ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പരിധി ലംഘിച്ച് പഞ്ചായത്തിൽ ഇയാൾ എത്തിയ കാര്യം, അതിനെ തുടർന്ന് പോലീസ് ഒരു നടപടി സ്വീകരിച്ചില്ല എന്നതും 29-ാം തീയതി ഡിസംബർ 29-ന് ഈ പെൺകുട്ടി അഖിലയും അച്ഛൻ സുധാകരനും നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെട്ടിട്ടും അയാളെ വിളിച്ച് ശാസിച്ചു എന്നതിനപ്പുറത്തേക്ക് നടപടികളിലേക്ക് കടക്കാൻ പോലീസ് തുനിഞ്ഞില്ല എന്നതും യഥാർത്ഥത്തിൽ ഇതിനകത്തുള്ള വലിയ വീഴ്ചയായി തന്നെ നിൽക്കുന്നു എന്നാണ് നിഖിലിന്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ ശ്രീ സന്ദീപിലേക്ക് പോകുന്നു. ശ്രീ സന്ദീപ്, ഒരു ക്രിമിനോളജിസ്റ്റ് എന്ന നിലയിൽ താങ്കൾ ഈ ചെന്താമരയുടെ മനോനിലയെ എങ്ങനെയാണ് കാണുന്നത്? കാരണം ചെന്താമരയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് ഇയാൾ വളരെ സംശയത്തോടു കൂടിയാണ് ഈ അയൽവാസികളൊക്കെ ഇയാൾ നോക്കിയിരുന്നതാണ്. അയാളുടെ ജീവിതത്തിലെ തന്നെ പ്രശ്നങ്ങൾക്ക്, അതായത് അയാളുടെ ഭാര്യയും മക്കളും ഒക്കെ പിണങ്ങിപ്പോയി വേറെ താമസിക്കുകയായിരുന്നു. അയാളുടെ ജീവിതത്തിലെ തന്നെ പ്രശ്നങ്ങൾക്ക് അയാൾ കരുതിയിരുന്നത് തൊട്ട അയൽവാസിയായ ഈ സജിതയും കുടുംബവുമാണ് അതിന് കാരണക്കാരെന്നാണ്. അങ്ങനെയാണ് 2019 സജിതയെ ഇയാൾ വെട്ടിക്കൊലപ്പെടുന്നത്. അപ്പോൾ ഇയാളുടെ തന്നെ സ്വഭാവത്തിൽ സഹികെട്ടാണ് ഭാര്യയും മക്കളുമൊക്കെ പിരിഞ്ഞു പോയത്. അതിന് പക്ഷേ സംശയം ഈ സജിതയാണ് ഇതിന് പിന്നിൽ എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ സുധാകരൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. സജിതയുടെ ഭർത്താവ്, അദ്ദേഹം തിരുപ്പൂരിലായിരുന്നു അന്ന് ജോലി ഉണ്ടായിരുന്നത്. ഈ കുട്ടികൾ സ്കൂളിൽ പോയ സമയത്താണ് സജിതയെ കൊലപ്പെടുത്തുന്നത്. അപ്പോൾ എന്നിട്ട് ഇയാൾ കൊന്ന ശേഷം ഇയാൾ നേരെ മുകളിൽ ആ മലയിൽ പോയി ഒളിക്കുന്നു. അങ്ങനെ പുറത്തിറങ്ങി. ഇപ്പോൾ ഈ ജാമ്യത്തിൽ പുറത്തിറങ്ങുമ്പോഴും ചെന്താമരയുടെ മനസ്സിൽ പകയാണ്. കാരണം ഇയാൾ കൊടുവാളുമായി നടക്കുന്നു, നാട്ടുകാരോടൊക്കെ പറയുന്നു ഇവരെ ഞാൻ തീർക്കുമെന്നാണ്. അങ്ങനത്തെ ഒരു മനോനിലയാണ് അയാൾക്കുള്ളത്. എന്താണ് ഒരു ക്രിമിനോളജിസ്റ്റ് നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? പ്രധാനമായിട്ടും ഈ ചെന്താമര എന്ന് പറയുന്ന അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ പ്രൊസസ് ചെയ്യുന്ന ഒരാളുടെ ഒരു മനോനിലയാണ് നമുക്ക് കാണുന്നത്. അതൊരു ഡിസോർഡർ ആണോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണോ എന്നുള്ളത് വേറൊരു തർക്ക വിഷയമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ മനോനിലയുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ ലഘൂകരിക്കുന്നതിന് ഒരിക്കലും സാധ്യമാകുന്ന കാര്യങ്ങളല്ല. കാരണം ശിക്ഷയുടെ ലഘൂകരണം വീണ്ടും വീണ്ടും ക്രൈമിന് കാരണമാകുന്നുണ്ട് സൊസൈറ്റിയിൽ എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനോനിലയെ കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിയോടൊപ്പം തന്നെ പാരനോയിഡ്, അതായത് ഒരു ഡൗട്ട്, മറ്റുള്ളവരിൽ കാണുന്ന ഒരു ഡൗട്ടും അതുപോലെ തന്നെ അതിൽ വെഞ്ചിയൻസ് തീർക്കുന്ന ഒരു ലാക്ക് ഓഫ് എമ്പതിയോട് കൂടിയിട്ടുള്ള ഒരു മനോനില കൈവരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിയോടൊപ്പം ഈ പാരനോയിയ എന്ന് പറയുന്ന ഈ സ്വഭാവം കടന്നു വരുന്നത്. മാത്രമല്ല ഇദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്ത് ജയിലിൽ പോയതിന് ശേഷം നമ്മളുടെ ജയിൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കൂളാണെന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്, റീഹാബിലിറ്റേഷൻ സിസ്റ്റം. അവിടെ അദ്ദേഹത്തിന് വേണ്ട ഡയഗ്നോസിസ്, മെൻ്റൽ കണ്ടീഷൻ്റെ ഡയഗ്നോസിസ് കൃത്യമായിട്ട് നമ്മുടെ സർക്കാർ സംവിധാനം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഈ സർക്കാർ സംവിധാനം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം ആ നടത്തിയ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകളാണ് ഈ ജയിൽ സിസ്റ്റത്തിൽ ഇദ്ദേഹത്തിന് മനസാന്തരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത് എന്ന് പരിശോധിക്കണം. ഒരു ഇൻഎഫക്റ്റീവ് പണിഷ്മെൻറ്റ് സ്ട്രാറ്റജി ക്രൈം റേറ്റിന് കൂടുതൽ കാരണമാകുന്നു എന്നുള്ളത് 1779 ഒരു ശാസ്ത്രജ്ഞൻ നടത്തിയ പഠനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നു. ഇൻഎഫക്റ്റീവായിട്ടുള്ള ഈ പണിഷ്മെൻറ്റ് സ്ട്രാറ്റജീസ് വിൽ ഇൻക്രീസ് ദ ക്രൈം റേറ്റ് ഇൻ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഏത് പണിഷ്മെൻറ്റാണ് നമ്മുടെ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക്? അവിടെ അത്തരത്തിലുള്ള പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് അത്തരത്തിൽ ഗുണകരമാകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം തന്നെ നമ്മുടെ നികുതി വാങ്ങിച്ച് ശമ്പളം വാങ്ങിച്ച് ജീവിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ആ ഒരു സേവനം തന്നെ അവിടെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾക്ക് അറിയാനായിട്ട് എന്ന് ചിന്തിക്കേണ്ടത്. അപ്പോൾ അവിടെ നടക്കുന്ന ഈ ഡയഗ്നോസിസിലാണ്, ജയിൽ സിസ്റ്റത്തിൽ നടക്കുന്ന ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡയഗ്നോസിസിലാണ് ഇദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള ഒരു മെൻ്റൽ കണ്ടീഷനാണ് പ്രൊസസ് ചെയ്യുന്നത് കൃത്യമായിട്ട് പറയാനാകുക. ഡയഗ്നോസിസ് ചെയ്യാതെ നമുക്ക് അത് പറയാനാകുന്നില്ല എന്നുണ്ടെങ്കിലും ഒറ്റ നോട്ടത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിനെ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു മാനസിക നിലയിലൂടെ മാത്രമല്ല, ക്രിമിനോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു സൊസൈറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയായിട്ടുള്ള, അതായത് സാധാരണക്കാരനും ധൈര്യമായിട്ട് സ്വതന്ത്രമായിട്ട് ജോലി ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ളതും, അതിനെ ഫോറൻസിക് സയൻസ് എന്ന് പറയും, ശാസ്ത്രീയമായിട്ടുള്ളതും അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇതിനെ നോക്കിക്കാണുന്നതിന് വേണ്ടി ഇയാളിപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഇയാളൊരു ഒഴിഞ്ഞ വിഷക്കുപ്പി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇയാളെ സംബന്ധിച്ച് ഇയാൾക്ക് പക തീർക്കുക എന്നുള്ളതായിരുന്നു അയാളുടെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ ശിക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ട്രയൽ അന്തിമ വാദം നടക്കാനിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇപ്പോൾ ഒരു ഒഴിഞ്ഞ വിഷക്കുപ്പി വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അയാളെക്കുറിച്ചുള്ള വിവരങ്ങളില്ല.
കഴിഞ്ഞ 2019 കൊല ചെയ്തിട്ട് നേരെ കാട്ടിലേക്ക് കയറി പോവുകയായിരുന്നു. ഇപ്പോൾ ഡ്രോണൊക്കെ ഉപയോഗിച്ചിട്ടുള്ള തിരച്ചിൽ നടക്കുകയാണ്. ഇയാൾ എന്ത് ചെയ്തിരിക്കാനാണ്? ഇയാൾക്ക് ഈ പക തീർക്കുക, അത് കഴിഞ്ഞാൽ ഇയാൾ ആത്മഹത്യ ചെയ്യാനൊക്കെ ഉള്ള സാധ്യതയാണോ ഉള്ളത് ഇത്തരം ഈ താങ്കൾ പറഞ്ഞതുപോലെ ഇത്തരം ആൻറ്റി സോഷ്യൽ മൂഡ് കൊണ്ട് നടക്കുന്ന ആളുകൾക്ക്? അതോ ഇയാളെ പിടിക്കുക എന്നുള്ളതാണ്? എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? അല്ലല്ല, അദ്ദേഹം ഒരിക്കലും ആത്മഹത്യ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വ്യക്തിത്വമായിരിക്കില്ല ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റിയുള്ള ആൾക്കാർ. ഇവർ തെളിവ് നശിപ്പിക്കുക, രക്ഷപ്പെടാൻ ശ്രമിക്കുക. അതായത് നമ്മൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഒരു മെൻ്റലി ഇല്ലായിട്ടുള്ള ലുണാറ്റിക് ആയിട്ടുള്ള ഒരാൾ ഒരു ക്രൈം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിയമത്തിൻ്റെ കുറച്ച് സഹായങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ അവർ രക്ഷപ്പെടാൻ ശ്രമിക്കില്ല, നിയമത്തിന് മുൻപിൽ നിന്ന് രക്ഷപ്പെടുവാനോ അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കുന്നതിനോ അവർ ശ്രമിക്കില്ല. കാരണം ഈ കോൺസിക്വൻസസ്, നിയമത്തിൻ്റെ പണിഷ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു പെയിൻ അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ച് അവർക്ക് അറിയില്ല. ഈ മെൻ്റലി ഇല്ലായിട്ടുള്ള ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ബോധേടല്ല, നിയമത്തെക്കുറിച്ച് അറിയില്ല, അവർ വേറൊരു ലോകത്ത് ജീവിക്കുകയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി പൊസസ് ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ അവർ തെളിവ് നശിപ്പിക്കുകയും നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും അവർക്ക് പ്ലഷർ കിട്ടുന്ന ഈ ക്രൈം ചെയ്തുകൊണ്ടൊരു സന്തോഷം കിട്ടുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ പക തീർത്തുകൊണ്ടൊരു മെൻ്റലി സന്തോഷം കിട്ടുകയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒഴിഞ്ഞ മദ്യക്കുപ്പിയുടെ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, ഒരുപക്ഷെ അദ്ദേഹം പർപ്പസ്ഫുള്ളി അത് ചെയ്തതാണെങ്കിൽ അതിനെ നമ്മുടെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനോ അല്ല. ശ്രീ സന്ദീപ്, ഞാൻ ചോദിക്കുന്നത് ഇതൊരു ക്രൈം ചെയ്യാനുള്ള പ്ലഷർ കൊണ്ട് ചെയ്യുന്നതാണോ, അതോ ഇയാൾ ഈ പറയുന്ന പോലെ ഇയാളുടെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം ഈ കുടുംബമാണ് എന്ന ധാരണയിൽ ഇനി അവരവിടെ ബാക്കി ഉണ്ടാവരുത് എന്ന അർത്ഥത്തിൽ അയാൾ ചെയ്യുകയാണ്? അതായത് അയാളുടെ പക തീർക്കൽ ഇതോടുകൂടി പൂർത്തിയായി എന്ന തരത്തിലുള്ള മാനസികാവസ്ഥയായിരിക്കുമോ അയാൾക്കുണ്ടാവുക? അതല്ല, ഇതൊരു ക്രൈമിൽ നിന്നുള്ളൊരു പ്ലഷർ എന്ന അർത്ഥത്തിൽ ഇനിയും കൂടുതൽ ക്രൈം ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിമിനൽ സ്വഭാവം അയാൾക്കുണ്ട് എന്നാണോ? തീർച്ചയായും വളരെയധികം നമ്മളുടെ സമൂഹവും അതുപോലെ തന്നെ ഭരണകൂടവും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഈ വ്യക്തി എന്ന് തന്നെയല്ല, ഇത്തരത്തിലുള്ള വ്യക്തികൾ ഒരുപാട് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. അവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള, അതായത് ഇവർ ഈ പ്ലഷർ ഇവർക്ക് കിട്ടുന്നതിൽ ഒരു സന്തോഷം കണ്ടെത്തുകയാണ്. പ്രത്യേകമായിട്ട് ഇവർക്ക് വെഞ്ചിയൻസോട് കൂടിയിട്ട് അത് പക തീർക്കുന്ന രീതിയിലാകുമ്പോൾ കൂടുതൽ ഒരു യൂഫോറിക് എഫക്റ്റ് എന്ന് പറയാം നമുക്ക്. ഈ പക ചെയ്യുന്നതിൽ ഈ ക്രൈം ചെയ്യുന്നതിലൂടെ കിട്ടുന്ന യൂഫോറിക് എഫക്റ്റ് വീണ്ടും വീണ്ടും കിട്ടുന്നതിന് വേണ്ടി ഇവരുടെ മനസ്സെപ്പോഴും കൊതിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇനിയും ഇദ്ദേഹത്തിൻ്റെ ഒരു അവസാനമായിട്ടില്ല, വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. പോലീസും പൊതുജനങ്ങളും നാട്ടുകാരും എല്ലാവരും തന്നെ വളരെയധികം ഈ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ഡോക്ടർ ജിൻഡോ, നമ്മൾ ഈ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ അഡ്വക്കേറ്റ് BN അസ്കർ പറയുന്നത് താങ്കൾ ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞു പോലീസ് സേനയ്ക്കകത്തും ഈ പ്രശ്നങ്ങളുണ്ട്, സേന തന്നെ വലിയ പ്രതിസന്ധിയൊക്കെ നേരിടുന്നുണ്ട് എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇനിയിപ്പോൾ ഈ 2 കുട്ടികളുടെ കാര്യമാണ്, അനഘയും അതുല്യയും. ഈ 2 കുട്ടികളുടെ സംരക്ഷണം, അവരുടെ സുരക്ഷിതത്വം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണല്ലോ, പരിഹരിക്കേണ്ടെന്ന് അല്ലെങ്കിൽ അതിന് പരിഹാരം കാണേണ്ട ഒരു പ്രശ്നമാണല്ലോ. താങ്കൾ എന്ത് നിർദ്ദേശം മുന്നോട്ട് വയ്ക്കും? ഗോപി, 2 കാര്യമുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇവിടെ പോലീസ് സേനയ്ക്ക് അകത്ത് പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തോടെ അത് കറക്റ്റ് ചെയ്യേണ്ടതിനാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ആഭ്യന്തര വകുപ്പിലിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരും. അവരൊക്കെ RSSന് വിടുപണി ചെയ്യാൻ പോയാൽ പോലീസ് സേനയ്ക്കകത്തുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. അത് നാട്ടുകാരുടെ ചുമലിൽ വെച്ച് കെട്ടിയിട്ട് കാര്യമില്ല. നമ്മൾ നികുതി കൊടുക്കുന്നത്, ശമ്പളം കൊടുക്കുന്നത് ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനത് അവിടെ അവസാനിപ്പിക്കുക. ഇനി 3 കാര്യം നെന്മാറ പോലീസിന് സംഭവിച്ചിട്ടുണ്ട് വീഴ്ചയായിട്ട്. ഒന്ന്, ഈ കുറ്റവാളിയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുമ്പോൾ 29-ാം തീയതി ആ കുട്ടിയും ആ കുട്ടിയുടെ വീട്ടുകാരും കൊടുത്ത പരാതിയും നാട്ടുകാർ കൊടുത്ത കൂട്ടപ്പരാതിയിലും ഈ കുറ്റവാളിയെ വിളിച്ചു വരുത്തിയപ്പോൾ ഈ കൊടും കുറ്റവാളിയുടെ ഉറപ്പ് പോലീസിലെ CI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ വിശ്വസിച്ചു എന്നുള്ളത് ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തത്, ഈ കോടതിയുടെ ബെയിൽ കണ്ടീഷൻ വയലേറ്റ് ചെയ്തതിൻ്റെ പേരിൽ ബെയിൽ ക്യാൻസലേഷന് വേണ്ടി പോലീസ് ശ്രമിച്ചില്ല. മൂന്നാമത്തത്, വധഭീഷണിക്ക് BNS ഭാരതീയ ന്യായ സംഹിത പ്രകാരം 351-ാം വകുപ്പ് പ്രകാരം മറ്റൊരു കേസെടുത്ത് ഈ പ്രതിയെ ജയിലിലിടാമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിയമ നടപടി സ്വീകരിക്കാമായിരുന്നു. അതുമാത്രമല്ല 396 പ്രകാരം ഈ വിക്ടിം പ്രൊട്ടക്ഷൻ ആക്ട് ഉപയോഗിക്കാമായിരുന്നു. ഇതൊന്നും ഉപയോഗിക്കാതെ ഈ 3 തരത്തിലും വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ആണ് ഈ മരണത്തിൻ്റെ കൂട്ടുപ്രതികളായിട്ട് നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ ഒരു കാര്യം കൂടി, ഇത് ഉത്തരേന്ത്യൻ മാതൃകയാണ്. പ്രതികൾ ശിക്ഷയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ ജാമ്യത്തിന് ശേഷമോ
പുറത്തിറങ്ങി പരാതിക്കാരായിട്ടുള്ള ആളുകളെ, വിക്ടിമായിട്ടുള്ള ആളുകളെ പിന്തുടർന്ന് കൊല്ലുന്ന ഉത്തരേന്ത്യൻ മാതൃകയ്ക്ക് സമാനമായിട്ട് കേരളത്തിൽ പല കാര്യങ്ങൾ നടക്കുന്നു. ഇപ്പോൾ പറവൂര് ചേന്ദമംഗലത്ത് നടന്ന കൂട്ടക്കൊലപാതകം ഇതിന് സമാനമാണ്. പോലീസ് ഉപദേശിച്ചു വിടുന്നു, കുറ്റവാളികൾ ആളുകളെ പിന്തുടർന്ന് കൊല്ലുന്നു. ഇനി കേരളത്തിൽ ഒരു ചെന്താരകമുണ്ടല്ലോ, കാരണഭൂതൻ. അദ്ദേഹം താമരയ്ക്ക് കാവലിരിക്കുന്ന കാലത്താണ് ചെന്താമരയെ പോലുള്ള ആളുകൾ നാട്ടുകാരെ കൊല്ലാൻ വരുന്നത്, നരഭോജി കടുവകൾ മനുഷ്യരെ കൊല്ലാൻ വരുന്നത്. ആ സമയത്ത് മന്ത്രിമാർ പാട്ടുപാടി രസിക്കുന്നത്. എന്നിട്ട് കേരളത്തിലുള്ള ആളുകളോട് പറയാം നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ കേരളത്തിലെ പോലീസ് ഉണ്ടെന്ന്. ഈ 2 കുട്ടികളുടെ പ്രൊട്ടക്ഷൻ ഏറ്റെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. കാരണം സംസ്ഥാന സർക്കാരാണ് ആ 2 കുട്ടികളെ അനാഥരാക്കിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. ആ കുട്ടികൾക്ക് കേരളത്തിലെ സമൂഹം, നമ്മുടെ സംസ്ഥാന സർക്കാർ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ സംരക്ഷണം ഇനിയെങ്കിലും ഉറപ്പ് കൊടുക്കണം. കാരണം ഈ ചെന്താമരയുടെ എതിരായിട്ടുള്ള പരാതിയിൽ അന്ന് പോലീസ് നടപടി എടുത്തിരുന്നെങ്കിൽ, ബെയിൽ ക്യാൻസലേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഡ്രോണും നേവിയുടെ കപ്പലും അല്ലെങ്കിൽ എയർഫോഴ്സിന്റെ വിമാനവും ISROയുടെ റോക്കറ്റ് ഉപയോഗിച്ചുള്ള ഈ പരിശോധന ഒന്നും വേണ്ടായിരുന്നു. അന്ന് 29-ാം തീയതി കിട്ടിയ പരാതിയിൽ മേൽ കൃത്യമായിട്ട് നടപടി എടുത്തിരുന്നെങ്കിൽ അതെടുക്കാത്ത പോലീസിന്റെ വീഴ്ചയ്ക്ക് ഉത്തരവാദിത്തം ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കണം. മാത്രമല്ല ഈ എത്രയും പെട്ടെന്ന് ഈ കൊടും കുറ്റവാളിയെ പിടിച്ച് പുറത്തു വരാത്ത രീതിയിൽ അകത്തിടാനായിട്ടുള്ള ശേഷി ആഭ്യന്തര വകുപ്പ് കൂടി കാണിക്കണം. ജോർജ് ജോസഫ് സാർ, ഇനിയിപ്പോൾ ഈ പോലീസിന്റെ തിരച്ചിൽ അത് ഏത് ദിശയിൽ ആകണം? ഇല്ല, ഞാൻ അതിനകത്ത് ഇനിയും റിസ്ക് കാണുന്നുണ്ട്. ആ കുടുംബത്തെ ഉന്മൂലനം ചെയ്യാൻ തന്നെയാണ് അയാളുടെ തീരുമാനം. അതുകൊണ്ടാണ് ഒളിവിൽ പോയത്. അപ്പം ഞാൻ 2-3 കാര്യങ്ങൾ അടിയന്തരമായിട്ട് പോലീസ് ചെയ്യേണ്ടത്. ഇയാൾക്ക് ആരാണ് ജാമ്യം നിന്നത്, അവരുടെ ആ ജാമ്യക്കാർക്കെതിരായിട്ട് അടിയന്തരമായിട്ട് നടപടിയെടുക്കണം. ഇങ്ങനെയുള്ള ക്രിമിനലിനെ പ്രൊട്ടക്റ്റ് ചെയ്ത ആ ജാമ്യക്കാർ മാന്യന്മാർ ആരാണ് ആ 2 പേര്, അതേപ്പറ്റി പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കുകയും ചെയ്യണം. രണ്ടാമത്, കേരളത്തിലെ ഈ പോലീസ് സ്റ്റേഷനിലെല്ലാം പുതിയ പരിഷ്കാരം വന്ന SHOമാർ സർക്കിൾ ഇൻസ്പെക്ടറായ 35, 37, 40 വയസ്സുള്ള ആൾക്കാരാണ് സർക്കിൾ ഇൻസ്പെക്ടറായി. അവർ കുറേ SIമാരായിട്ടൊക്കെ കുറേ നിന്ന് കുറേ എല്ലാം കണ്ടവരാണ്. അവരെ കൊണ്ട് ഇങ്ങനെയുള്ള ക്രിമിനലിനെ എതിരായിട്ട് നടപടി എടുക്കാൻ പറ്റില്ല. ചുണക്കുട്ടന്മാരായ SIമാരെ, SI 21, 24 വയസ്സുള്ള SHOമാരായിട്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇവർ സർക്കിൾ ഇൻസ്പെക്ടറായ ഒരു സൂപ്പർവൈസറി ലെവലിൽ അവർ വന്നു കഴിഞ്ഞു. അവരെ കൊണ്ട് അതാണ് ടോട്ടലായിട്ട് കേരളത്തിലുള്ള പരാജയം ഞാൻ കഴിയുന്നത്. പുതിയ പയ്യന്മാർ ട്രെയിനിങ് കഴിഞ്ഞ് വന്നാൽ SHO ആയിട്ട് കൊടുക്കണം. ഗവൺമെൻറ് നയം മാറണം. DGP ഇത് ശ്രദ്ധിക്കണം, ആഭ്യന്തര വകുപ്പ് ശ്രദ്ധിക്കണം. കാരണം ഈ ക്രിമിനൽസ് ഒന്നും വിളയത്തില്ല. അവൻ്റെ പുറകെ പോയി ഇവർ പിടിച്ചിരിക്കും, അതിന് യാതൊരു സംശയമില്ല. അവർക്കെതിരായിട്ട് നടപടി ഉണ്ടാവും. കുറച്ച് അതിക്രമമൊക്കെ ഇവർ കാണിച്ചത് നല്ല തല്ലുമൊക്കെ കൊടുത്തെന്ന് വരും. ഇവരെ ഒതുക്കാൻ അതേ പറ്റുള്ളൂ. അല്ലാതെ ഈ പ്രായമുള്ള ആൾക്കാരെ SHOമാരായിട്ട് കഴിഞ്ഞാൽ അവർ കേസ് അന്വേഷിക്കാൻ മിടുക്കന്മാരായിരിക്കും, പക്ഷേ ഈ ക്രിമിനലിനെ ഒതുക്കാൻ അവർക്ക് കഴിയത്തില്ല. അവർ കുറേ അടിയും തഴിയൊക്കെ കഴിഞ്ഞുകൊണ്ട് കുറേയൊക്കെ കറപ്ഷനിലോട്ടൊക്കെ പോകും. ചിലപ്പോൾ രാഷ്ട്രീയക്കാർ പറയുന്നേക്കും. നമുക്കതല്ല ആവശ്യം. എല്ലാ പോലീസ് സ്റ്റേഷനിലും പഴയതുപോലെ, ഞാൻ നേരത്തെ മൂലം അത് പറയുന്നതാണ്, SHOമാരായിട്ട് ചെറുപ്പക്കാരായിട്ട് സബ് ഇൻസ്പെക്ടർമാർ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഞങ്ങളൊക്കെ അങ്ങനെയാണ് പോലീസ് സ്റ്റേഷൻ ഭരിച്ചുകൊണ്ടിരുന്നത്. ആ 10-8 വർഷം നമ്മുടെ ആ ചെറുപ്പകാലത്ത് ഒരുത്തനും ഇവിടെ ആളാകത്തില്ല. കാരണം അത് സമ്മതിക്കത്തില്ല നമ്മൾ. അതുകൊണ്ട് ആ നയം മാറണം. SHOമാരായിട്ട് സബ് ഇൻസ്പെക്ടറായിട്ട് വരണമെന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം, ഈ സാക്ഷി, ഞാൻ വേറൊരു കാര്യം, എന്നെ കൂടെ വിളിക്കുന്ന ഒരാളുണ്ട് കഴക്കൂട്ടത്ത് നിന്ന്. കണ്ണാടി ഷാജി എന്ന് പറഞ്ഞ ഒരാളെ കൊന്നതിനകത്ത് സാക്ഷി പറഞ്ഞ ആളാണ്. പാവപ്പെട്ട ഒരാളാണ്. അയാൾക്ക് ഇപ്പോഴും പോലീസ് പ്രൊട്ടക്ഷനുണ്ട്. കഴിഞ്ഞ 8 വർഷമായിട്ട് അയാളുടെ പുറകെ പോലീസുകാർ തോക്കുമായിട്ട് നടക്കുക. അയാൾ മടുത്ത്. കാരണം അത് അല്ലെങ്കിൽ അയാളെ കൊല്ലും. അയാൾ 8 വർഷമായിട്ട് അങ്ങനെയാണ് അയാളുടെ ജീവിതം. സാക്ഷി പറഞ്ഞതാണ്. എന്താണ് പോലീസ് ഇവിടെ ചെയ്യുന്നത്? ആ ക്രിമിനൽസിനെയൊക്കെ ഒതുക്കാൻ പറ്റുന്നത് ഇപ്പോഴും ഭയപ്പെട്ടാണ് അയാൾ കഴിയുന്നത്. അയാൾ പറയുന്നത് അയാൾക്ക് കൂലിപ്പണിക്ക് പോകാനൊക്കില്ല, അവിടെ തോക്കും പിടിച്ച പോലീസുകാർ വരും. എന്ത് ചെയ്യാനൊക്കെ വരാതിരിക്കാനൊക്കില്ല. ആ പോലീസ് ഉള്ളതുകൊണ്ട് ഇയാളെ കൊന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പോലീസ് ഈ സമൂഹത്തിൽ സാക്ഷി പറഞ്ഞവരും ഇങ്ങനെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് മനസ്സിലാക്കണം തീർച്ചയായിട്ടും. ഏതായാലും പോലീസിന് ഇതിനകത്ത് വീഴ്ച പറ്റി. അയാൾ ഇനിയും വരും, കാടിറങ്ങി വരും. ഇയാൾ ഇനി വെളിച്ചം കാണില്ല, സൂര്യപ്രകാശം കാണില്ല ജീവിതത്തിൽ. കാരണം 3 കൊലപാതകമായി. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടികൾക്കൊരു സുരക്ഷിതത്വം വേണം. കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് ഏറ്റെടുക്കണം. നേരത്തെ അത് തന്നെ നമുക്ക് മുന്നോട്ട് വെക്കാം. ഈ അനഘ, അതുല്യ, ഈ 2 കുട്ടികൾ അനാഥരാക്കപ്പെട്ടതിൽ പോലീസിന്റെ വീഴ്ചയും നോട്ടപ്പിശകും ഉണ്ടായിട്ടുണ്ട്. പ്രതിയെ പിടികൂടാതിരിക്കുന്നിടത്തോളം ഈ കുട്ടികൾ അവരുടെ സുരക്ഷിതത്വം സംബന്ധിച്ച വലിയ ചോദ്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുമുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇവിടെ പൂർത്തിയാകുന്നു.